ഐ വുഡ് സേ ആക്ച്വലി ഇതിലെ കൾപ്രിറ്റ് എന്ന് പറയുന്നത് മുഖ്യമന്ത്രി ഹിംസെൽഫാണ്, മുഖ്യമന്ത്രി തന്നെയാണ്. കാരണം വീണ വിജയൻ എന്ന് പറഞ്ഞ വ്യക്തി അല്ലെങ്കിൽ അവർ മകൾ എന്ന നിലയിൽ പണം കൈപ്പറ്റി എന്നത് ശരിയാണ്. പക്ഷേ ഇതിൽ യഥാർത്ഥത്തിൽ ആ പണം റിസീവ് ചെയ്ത് അല്ലെങ്കിൽ ആർക്ക് വേണ്ടി, ആര് നൽകുന്ന സേവനത്തിന് വേണ്ടി എന്ന് ഞാൻ നിങ്ങളോട് എക്സ്പ്ലെയിൻ ചെയ്യാനാണ് പരിശ്രമിക്കുന്നത്. നമസ്കാരം. മുഖ്യമന്ത്രി പിണറായി വിജയൻ CMRL കമ്പനിക്കായി അസാധാരണമായി ഇടപെട്ടുവെന്ന് വ്യക്തമാക്കി മാത്യു കുഴൽനാടൻ MLA. 1000 കോടിക്ക് മുകളിൽ മൂല്യമുള്ള കരിമണൽ പാട്ടത്തിന് CMRLന് സർക്കാർ അനുമതി നൽകി എന്നാണ് പറയുന്നത്. 2004 പാട്ടത്തിന് നൽകിയത്. പിന്നീട് അനുമതി സ്റ്റേ ചെയ്യുകയായിരുന്നു. VSന്റെ കാലത്ത് കരിമണൽ പാട്ടം പൊതുമേഖലയിൽ മാത്രമാക്കി. CMRLന് അനുകൂലമായി ഹൈക്കോടതി സിംഗിൾ ബെഞ്ചും ഡിവിഷൻ ബെഞ്ചും വിധി പറഞ്ഞു. എന്നാൽ ഉമ്മൻചാണ്ടി സർക്കാർ സുപ്രീം കോടതിയിൽ പോയി. തുടർന്ന് CMRLന് പാട്ടം അനുവദിച്ച മേഖലകൾ വിജ്ഞാപനം ചെയ്താൽ സർക്കാരിന് ഏറ്റെടുക്കാമെന്ന് സുപ്രീം കോടതി ഉത്തരവിടുകയായിരുന്നു. 2016 ഏപ്രിൽ 8 പിണറായി സർക്കാർ അധികാരത്തിൽ വരികയും 2016 ഡിസംബർ 20 മുതൽ വീണയുടെ അക്കൗണ്ടിലേക്ക് CMRLൽ നിന്നും പണം എത്തി തുടങ്ങിയെന്നും മാത്യു കുഴൽനാടൻ MLA പറയുന്നു. 2004 മുതൽ LDF UDF സർക്കാരുകൾ എടുത്ത സമീപനം കരിമണൽ ഖനനം പൊതുമേഖലയിൽ മാത്രം മതി എന്നതായിരുന്നു. 2018 വ്യവസായ നയത്തിൽ മാറ്റം വരുത്തുകയാണ് ചെയ്തിരിക്കുന്നത്. CMRLന് പാട്ടത്തിന് അനുവദിച്ച പ്രദേശം ഏറ്റെടുക്കാൻ സർക്കാരിന് സുപ്രീം കോടതി അധികാരം നൽകിയിട്ടും ചെയ്തില്ല. CMRLന് പാട്ടത്തിന് അനുമതി നൽകാൻ പിണറായി സർക്കാർ വ്യവസായ നയത്തിൽ മാറ്റം വരുത്തുകയായിരുന്നു. നയം മാറുമ്പോൾ എല്ലാം വീണയുടെ അക്കൗണ്ടിലേക്ക് 3 മുതൽ 5 ലക്ഷം രൂപ വരെ വന്നുകൊണ്ടിരുന്നു. ഇതിനിടെ കേന്ദ്ര സർക്കാർ തീരുമാനം വന്നു. 2019 ആറ്റമിക് ധാതു ഖനനം സർക്കാർ സ്ഥാപനങ്ങൾക്ക് മാത്രമാക്കി. മറ്റ് എല്ലാ അനുമതികളും റദ്ദാക്കാനും കേന്ദ്ര നയം ആവശ്യപ്പെട്ടു. 12/4/2019 CMRLന് ഉള്ള പാട്ട അനുമതി റദ്ദാക്കുകയും ചെയ്തു. അന്ന് CMRL മുഖ്യമന്ത്രിക്ക് കത്ത് നൽകി. മുഖ്യമന്ത്രി വ്യവസായ സെക്രട്ടറിയോട് നോട്ട് തയ്യാറാക്കാൻ ആവശ്യപ്പെട്ടുവെന്നും മാത്യു കുഴൽനാടൻ MLA പറയുന്നു. CMRLന് കരിമണൽ ഖനന അനുമതി ഉറപ്പാക്കാൻ മുഖ്യമന്ത്രി ഇടപെട്ടു. CMRL നൽകിയ നിവേദനത്തിന്റെ അടിസ്ഥാനത്തിലായിരുന്നു ഇടപെടൽ നടത്തിയത്. മുഖ്യമന്ത്രി ഫയൽ പരിശോധിക്കുകയാണെന്ന് വ്യവസായ പ്രിൻസിപ്പൽ സെക്രട്ടറി 2019 എഴുതിയെന്നും മുഖ്യമന്ത്രി അധ്യക്ഷനായി യോഗം ചേർന്നുവെന്നും മാത്യു കുഴൽനാടൻ പറഞ്ഞു. മുഖ്യമന്ത്രി ഇടപെട്ട സാഹചര്യത്തിൽ അന്തിമ തീരുമാനം മുഖ്യമന്ത്രിക്ക് മുന്നിലേക്ക് പോയെന്നും മാത്യു കുഴൽനാടൻ കൂട്ടിച്ചേർത്തു. വിശദമായ അദ്ദേഹത്തിന്റെ വാർത്താ സമ്മേളനത്തിലേക്ക് ഇത് കേൾക്കാതെ പോവരുത്. വളരെ പ്രധാനപ്പെട്ട തെളിവുകളാണ് മാത്യു കുഴൽനാടൻ MLA ജനങ്ങൾക്ക് മുന്നിലേക്ക് എടുത്തു വെക്കുന്നത്, തുറന്നു കാണിക്കുന്നത്. സോറി, ഞാൻ ശകലൊന്ന് വൈകി. അപ്പൊ ലെറ്റ് സ്റ്റാർട്ട്. ഞാനിപ്പോ ഇന്നിവിടെ ഈ പത്രസമ്മേളനം നടത്താനുള്ള സാഹചര്യം എന്താണെന്നുള്ളത് നിങ്ങൾക്കറിയാം. ഞാൻ ഈ വിഷയം യഥാർത്ഥത്തിൽ നിയമസഭയിൽ ഉന്നയിക്കണം എന്നാണ് ആഗ്രഹിച്ചത്. അതിന് 2 കാര്യമുണ്ടായിരുന്നു. ഒന്ന്, കേരള പൊതുസമൂഹത്തിന് മുമ്പിൽ ആവർത്തിച്ച് ഈ വിഷയം ഉയർത്തുകയും ഉന്നയിക്കുകയും ഇതിന്റെ കാര്യങ്ങൾ ജനങ്ങളോട് തുറന്നു പറയുകയും ചെയ്ത ഒരു വ്യക്തി എന്ന നിലയിൽ ഇത് സംബന്ധിച്ച് നമ്മൾ വെളിപ്പെടുത്തലുകളോ അല്ലെങ്കിൽ കണ്ടെത്തലുകളോ അല്ലെങ്കിൽ രേഖകളോ ഒക്കെ സമർപ്പിക്കുമ്പോൾ അതേറ്റവും ആധികാരികമായിരിക്കണം, അതേറ്റവും ഉത്തരവാദിത്വത്തോടു കൂടിയുള്ളതായിരിക്കണം എന്നതുകൊണ്ടാണ് നിയമസഭ എന്ന വേദി തന്നെ ഇതിന് തെരഞ്ഞെടുക്കാം എന്ന് ഞാൻ വിചാരിച്ചത്. കാരണം എന്നെ തെരഞ്ഞെടുത്ത് അയച്ച ജനങ്ങൾക്ക്, ഞാൻ പ്രതിപക്ഷത്താണ് അല്ലെങ്കിൽ പ്രതിപക്ഷ മുന്നണിയുടെ ഭാഗമാണ്. പ്രതിപക്ഷ രാഷ്ട്രീയ പ്രവർത്തനത്തിൽ ഒരു സാമാജികൻ പുലർത്തേണ്ട എല്ലാ മര്യാദയും അല്ലെങ്കിൽ എല്ലാ ധാർമ്മികതയും പുലർത്തിയാണ് ഞാൻ മുന്നോട്ട് പോകാൻ പരിശ്രമിച്ചിട്ടുള്ളത്. അപ്പൊ അതുകൊണ്ട് തന്നെ ഏറ്റവും അപ്രോപ്രിയേറ്റ് ആയിട്ടുള്ള ഫോറം ഇതുപോലൊരു പത്രസമ്മേളനം എന്ന് പറയുമ്പോൾ അതിൻ്റെതായ കാരണം മാർക്കും എന്തും അല്ലെങ്കിൽ പറയാതെ മറ്റുള്ളവർക്ക് വേണമെങ്കിൽ അവഗണിക്കാം, അല്ലെങ്കിൽ പല കാര്യങ്ങളും. പക്ഷെ നിയമസഭയിൽ ഞാൻ പറയുന്ന കാര്യങ്ങൾ അത് റെക്കോർഡിക്കലായിട്ട് അവിടെ ഉണ്ടാവുകയും എഴുതി ഉന്നയിക്കുന്ന ആരോപണത്തിന് മറുവശത്തൊന്നും മറുപടി പറയുന്നില്ല എങ്കിൽ ആ ആരോപണം
അംഗീകരിച്ചതായി കണക്കാക്കുകയും ചെയ്യേണ്ടി വരും. അപ്പോൾ എഴുതി ഉന്നയിക്കുന്ന ആരോപണം ഞാൻ മുഖ്യമന്ത്രിക്കെതിരെ പറഞ്ഞാൽ ഒന്നുകിൽ മുഖ്യമന്ത്രി മറുപടി പറയണം, അതല്ലെങ്കിൽ മുഖ്യമന്ത്രി എന്റെ വാദം അംഗീകരിക്കണം. ആ മുഖ്യമന്ത്രിക്ക് മറുപടി പറയുന്നതിലുള്ള ഇൻകൺവീനിയൻസ്, പ്രയാസം, ബുദ്ധിമുട്ട് ഒഴിവാക്കുന്നതിന് വേണ്ടിയിട്ടാണ് സ്പീക്കർ ഇന്നലെ എനിക്ക് നിയമസഭയിൽ എനിക്ക് അനുവദിച്ചു കിട്ടിയ സമയത്ത് പ്രസംഗത്തിൽ ഈ വിഷയം ഉന്നയിക്കാൻ എന്നെ അനുവദിക്കായിരുന്നു. എനിക്ക് എന്റെ പ്രതിപക്ഷ നേതാവിനോടും അതുപോലെ ദീർഘകാലമായി 25 വർഷത്തിലേറെ നിയമസഭയിലുള്ള പാർലമെന്ററി പാർട്ടി സെക്രട്ടറി AP അനിൽകുമാറിനോട് അടക്കമുള്ള മുതിർന്ന എന്റെ സാമാജികരോടും സഹപ്രവർത്തകരോടും ഞാൻ ചോദിച്ചു, ഇതുവരെ എഴുതി കൊടുക്കാതെ അഴിമതി ആരോപണം ഉന്നയിക്കാൻ ശ്രമിച്ചപ്പോൾ സ്പീക്കർ തടഞ്ഞിട്ടുണ്ട്. പക്ഷെ എഴുതി കൊടുത്ത് അഴിമതി ആരോപണം ഉന്നയിക്കുന്നതിന് ഇന്നുവരെ ഇതുപോലൊരു തടസ്സം ഉണ്ടായിട്ടില്ല എന്ന് പറയുകയുണ്ടായി. ഞാൻ ആദ്യമായി വളരെ പ്രയാസത്തോടുകൂടി പറയാൻ ആഗ്രഹിക്കുന്നു, സ്പീക്കർ ഇന്നലെ കേരള നിയമസഭയിൽ ചെയ്തത് ഒരംഗത്തിന്റെ അവകാശം നിഷേധിക്കുക, ജനാധിപത്യം കശാപ്പ് ചെയ്ത് വീണ്ടും മുഖ്യമന്ത്രിക്ക് പരിച തീർക്കുന്നതിനു വേണ്ടി സ്പീക്കർ തന്റെ നിലവിട്ട് പെരുമാറി എന്നതാണ് എനിക്ക് ഈ ഘട്ടത്തിൽ പറയാനുള്ളത്. അതിനപ്പുറത്തേക്കുള്ളൊരു വിമർശനം അപ്രോപ്രിയേറ്റ് ആയിരിക്കില്ല എന്നതുകൊണ്ട് ഞാൻ അവിടെ നിർത്തുകയാണ്. പൊതുജനം വിലയിരുത്തട്ടെ അദ്ദേഹത്തിന്റെ പ്രവൃത്തി എന്ന് പറഞ്ഞ് ഞാൻ ആ ഭാഗം വിടുന്നു. ഇനി നമ്മളിപ്പോ കഴിഞ്ഞ ഒരുപാട് കാലമായി, ഇപ്പൊ ഞാനത് വീണ്ടും വീണ്ടും ആവർത്തിക്കാൻ ആഗ്രഹിക്കുന്നില്ല, ഇതുവരെ നമ്മുടെ മുമ്പിലുള്ളത് ഒരു ഫൈൻഡിങ്ങിന്റെ രൂപത്തിലുള്ളത് Ms. Veena T is the daughter of a prominent politician to whom other payments have been made as per the assessee's own admission. അത് കഴിഞ്ഞിട്ട് ആ പേയ്മെന്റ്സിനെ കുറിച്ചുള്ള ഫൈൻഡിങ് ഒരു സെന്റൻസ് ഉണ്ട്. These are illegal payments in the hands of the company. Ms. Exalogic has not provided any service as per the contemporaneous evidence gathered during the search. The assessee company is making payments through banking channels to persons connected with a prominent decision maker to claim it as deductible expense by claiming compensate a service which has not been received. ആ കോണ്ടെക്സ്റ്റിലാണ് നമ്മൾ മാസപ്പടിയുടെ അന്വേഷണം എത്തി നിൽക്കുന്നത്. മാസപ്പടിക്ക് എന്ത് സേവനമാണ് ലഭിച്ചത് എന്നതാണല്ലോ കേരളം അന്വേഷിച്ചുകൊണ്ടിരിക്കുന്നത്. വീണ വിജയനോ എക്സാലോജി കമ്പനിയോ ഒരു സേവനവും നൽകിയിട്ടില്ല എന്ന് ഇന്ററീം സെറ്റിൽമെന്റ് ബോർഡും ഇപ്പോ SFIOയും അതുപോലെ രജിസ്ട്രാർ ഓഫ് കമ്പനീസും അങ്ങനെ വ്യത്യസ്ത അന്വേഷണങ്ങളിൽ ഒരു സേവനവും നൽകാതെയാണ് കോടാനുകോടി രൂപ അല്ലെങ്കിൽ വീണ വിജയൻ വാങ്ങിയത് എന്നത് എസ്റ്റാബ്ലിഷ്ഡ് ആയിട്ടുള്ള ഒരു ഫാക്ടാണ്. നോബഡി ഈസ് ഡിനൈങ് ഇറ്റ്. ഈവൻ CPM ഇപ്പോ അത് നിഷേധിക്കുന്നില്ല. വീണ പണം വാങ്ങി എന്നതും വാങ്ങിയതിനൊരു സർവീസും നൽകിയിട്ടില്ല എന്ന കാര്യത്തിൽ ആർക്കും സംശയമുണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല. ഇനി ഞാൻ ഈ കേസ് ആദ്യം മുതൽ പറഞ്ഞപ്പോൾ GSTയുടെ ക്വസ്റ്റ്യൻ വന്നു, മറ്റു കാര്യങ്ങൾ വന്നു, മറ്റു മേഖലകളിലേക്കൊക്കെ അന്വേഷണം പോയി, കമ്പനീസ് ആക്ടിന്റെ പെർവ്യൂലുള്ള അന്വേഷണം വന്നു, കമ്പനീസ് ആക്ടുമായി ബന്ധപ്പെട്ട വയലേഷൻസ് വന്നു, അത് ഡിസ്കസ് ചെയ്തു. ഇതൊക്കെ പറഞ്ഞപ്പോഴും ഞാൻ അണ്ടർലൈൻ ചെയ്ത് പറഞ്ഞിരുന്നത് ഇതിന്റെ ഏറ്റവും കോർ ആയിട്ടുള്ള ഇഷ്യൂ എന്ന് പറയുന്നത് കറപ്ഷനാണ്, അഴിമതിയാണ്. അപ്പോ നമ്മുടെ രാജ്യത്തെ നിയമപരമായിട്ടുള്ള ഒരു വ്യവസ്ഥ വെച്ചിട്ട് അതിനെ ആധികാരികമായി ഇതിലെ അഴിമതി നിയമപരമായും ആധികാരികമായും നമ്മൾ എസ്റ്റാബ്ലിഷ് ചെയ്യേണ്ടി വരിക പ്രിവെൻഷൻ ഓഫ് കറപ്ഷൻ ആക്ടിന്റെ പെർവ്യൂവിൽ വരിക എന്നുള്ളതാണ്. അപ്പൊ പ്രിവെൻഷൻ ഓഫ് കറപ്ഷൻ ആക്ടിലെ പ്രൊവിഷൻസ് അല്ലെങ്കിൽ അതിന്റെ ഇൻഗ്രീഡിയന്റ്, അതിന്റെ എലിമെന്റ് എന്ന് പറയുന്നത്, ഇപ്പൊ ഞാനൊരു MLA ആണ്, നിങ്ങൾ ആരെങ്കിലും എനിക്ക് പണം തന്നു, ഒന്നുകിൽ നിങ്ങൾ എനിക്ക് പണം തരുന്നത് കണ്ടു, അതല്ലെങ്കിൽ ഇതുപോലെ ബാങ്കിലൂടെയാണ് തന്നത്, അതല്ലെങ്കിൽ നിങ്ങൾ എനിക്ക് പണം തന്നു എന്നത് തെളിയിക്കാൻ കഴിഞ്ഞു. പക്ഷെ അതുകൊണ്ട് മാത്രം അഴിമതി സ്ഥാപിക്കാൻ കഴിയില്ല. അഴിമതി സ്ഥാപിക്കണമെങ്കിൽ അത് ഹാഫ് സർക്കിളേ ആവുന്നുള്ളൂ. അതർ ഹാഫ് സർക്കിൾ കൂടി പൂർത്തിയാക്കിയാലാണ് അഴിമതി എന്ന പെർവ്യൂ നമുക്ക് കംപ്ലീറ്റ് ചെയ്യാൻ പറ്റുള്ളൂ. അതർ ഹാഫ് സർക്കിൾ എന്ന് പറയുന്നതാണ് ആ പണം വാങ്ങിയതിന് ഞാൻ നിങ്ങൾക്ക് എന്ത് സേവനം നൽകി, അല്ലെങ്കിൽ നൽകാൻ ശ്രമിച്ചു, അതിനുവേണ്ടി പരിശ്രമിച്ചു, നിങ്ങൾക്ക് വേണ്ടി എന്ത് സേവനം, എന്ത് ഔദാര്യം, അല്ലെങ്കിൽ എന്ത് കാര്യമാണ് ഞാൻ ചെയ്തത്, ഈ സർക്കിൾ കൂടി പൂർത്തീകരിച്ചാലാണ് അഴിമതി എന്നത് നമുക്ക് എസ്റ്റാബ്ലിഷ് ചെയ്യാൻ പറ്റത്തുള്ളൂ. അപ്പൊ ഇന്ന് ഞാൻ പരിശ്രമിക്കുന്നത് ഇത് നമ്മൾ ഇത്രയും കാലം മാസപ്പടി വിഷയത്തിൽ ഒരുപക്ഷെ മാധ്യമങ്ങളും സമൂഹവും മുഴുവൻ
പ്രതിക്കൂട്ടിൽ നിർത്തിയിരിക്കുന്നത് വീണ വിജയൻ എന്ന് പറയുന്ന മുഖ്യമന്ത്രിയുടെ മകളെയാണ്. ഐ വുഡ് ബെഗ് ടു ഡിഫർ ഓൺ ദാറ്റ് പോയിന്റ്. ഐ വുഡ് സേ ആക്ച്വലി ഇതിലെ കൾപ്രിറ്റ് എന്ന് പറയുന്നത് മുഖ്യമന്ത്രി ഹിംസെൽഫാണ്. മുഖ്യമന്ത്രി തന്നെയാണ്. കാരണം വീണ വിജയൻ എന്ന് പറഞ്ഞ വ്യക്തി അല്ലെങ്കിൽ അവർ മകൾ എന്ന നിലയിൽ പണം കൈപ്പറ്റി എന്നത് ശരിയാണ്. പക്ഷേ ഇതിൽ യഥാർത്ഥത്തിൽ ആ പണം റിസീവ് ചെയ്ത അല്ലെങ്കിൽ ആർക്ക് വേണ്ടി, ആര് നൽകുന്ന സേവനത്തിന് വേണ്ടി എന്ന് ഞാൻ നിങ്ങളോട് എക്സ്പ്ലെയിൻ ചെയ്യാനാണ് പരിശ്രമിക്കുന്നത്. ഞാൻ ഒരുപാട് ഇതൊരു ലോങ് സ്റ്റോറിയാണ്. ലോങ് സ്റ്റോറി ഇൻ ദ സെൻസ് 2004 മുതൽ 2023 വരെ എക്സ്റ്റെൻഡ് ചെയ്ത് കിടക്കുന്ന, അല്ലെങ്കിൽ 2024 വരെ എക്സ്റ്റെൻഡ് ചെയ്ത് കിടക്കുന്ന ഒരു ലോങ് സ്റ്റോറിയാണ്. അപ്പൊ അതുകൊണ്ട് ഞാനത് എല്ലാം വിശദമായിട്ട് പറയാൻ അതിദീർഘമായ ഒരു പത്രസമ്മേളനം നടത്താൻ പറ്റില്ല. അതുകൊണ്ട് ഐ വിൽ കം ടു ദ ക്രക്സ്, അല്ലെങ്കിൽ ഏറ്റവും കാർഡിനൽ ആയിട്ടുള്ള പോയിന്റ് ഞാൻ എക്സ്പ്ലെയിൻ ചെയ്യാം. ലിമിറ്റഡ് ടു ദ ഇൻവോൾവ്മെന്റ് ഓഫ് CM. മുഖ്യമന്ത്രിയുടെ ഇൻവോൾവ്മെന്റിനെ എക്സ്പ്ലെയിൻ ചെയ്യുന്ന ആ ഒരു പാർട്ടാണ് ഞാൻ എക്സ്പ്ലെയിൻ ചെയ്യാൻ ആഗ്രഹിക്കുന്നുള്ളൂ. നമുക്ക് എല്ലാവർക്കും അറിയാവുന്ന പോലെ CMRL എന്ന കമ്പനി, ആ കമ്പനിയുടെ ഏറ്റവും വലിയ ഇൻട്രസ്റ്റ് എന്ന് പറയുന്നത് കരിമണലാണ്. അതിന്റെ ഏറ്റവും വലിയ വരുമാനവും ഏറ്റവും വലിയ ഇൻട്രസ്റ്റും. അതിൽ തന്നെ ആലപ്പുഴ, തോട്ടപ്പള്ളി, കൊല്ലം മേഖലയിലുള്ള ലോകത്തെ ഏറ്റവും മികച്ച KM മെറ്റീരിയൽ എന്ന് പറയുന്ന കൊല്ലം മെറ്റീരിയൽ, ആ കരിമണലിന് വേണ്ടിയിട്ടാണ് അവർ എല്ലാ പരിശ്രമവും എല്ലാ കാലത്തും നടത്തിയിട്ടുള്ളത്. അങ്ങനെ വരുമ്പോൾ ആദ്യമായിട്ട് ഈ CMRL കമ്പനി ഈ കരിമണലിനുള്ള ഒരു ലീസ് 2003-2004 കാലഘട്ടത്തിൽ അവർക്ക് ലഭിക്കുകയുണ്ടായി. അതൊരു 4 ലീസാണ്. ഐ വുഡ് സേ ഇതാണ് ആ ലീസിന്റെ കോപ്പി. ഗവൺമെന്റ് ഓഫ് കേരള ഗ്രാന്റ് ചെയ്ത ലീസാണ്. ഇത് ഡേറ്റഡ് 15/9/2004. 15/9/2004 4 ലീസസ് വെർ ഗ്രാന്റഡ് ഇൻ ഫേവർ ഓഫ് CMRL. ഞാൻ ഈ മേഖലയിൽ കേസ് നടത്തുന്ന ഒരു വ്യക്തി എന്ന നിലയിലും ഇതിന്റെ ഒരു സ്റ്റേക്സും ഇതിന്റെ ഒരു വോളിയും ഒക്കെ അറിയാവുന്ന ആളെന്ന നിലയിൽ ഇന്ന് 2024 ഇഫ് സംബഡി വാല്യൂസ് ദിസ്, ഇതിന്റെ ഒരു വാല്യൂ ഡെപ്ത് എത്രയെന്ന് വെച്ചാൽ ദിസ് മേ ഗോ ബിയോണ്ട് 1000 crores. 1000 കോടി മുകളിലേറെ പൊട്ടൻഷ്യൽ ഉള്ള 4 ലീസാണ് ഇത്. പക്ഷെ ഈ ലീസ് അനുവദിച്ചത് ഗവൺമെന്റിന്റെ പോളിസിക്കും അല്ലെങ്കിൽ ഗവൺമെന്റിന്റെ അല്ലെങ്കിൽ പൊതുസമൂഹത്തിന്റെ ഉത്തമ താല്പര്യങ്ങൾക്കും വിരുദ്ധമാണ് എന്നതുകൊണ്ട് ഇമ്മീഡിയറ്റ്ലി ആഫ്റ്റർ 10 days 10 ദിവസം കഴിഞ്ഞപ്പോ ഈ ലീസിന്റെ ഫർദർ നടപടികളെല്ലാം അന്നത്തെ ഗവൺമെന്റ് സ്റ്റേ ചെയ്തിരുന്നു. 2004 10 ദിവസം കഴിഞ്ഞപ്പോ പിന്നീട് മുമ്പോട്ടുള്ള എല്ലാ കാര്യവും സ്റ്റേ ചെയ്തു. പിന്നീട് ആ ലീസ് പ്രവൃത്തിപഥത്തിൽ കൊണ്ട് അല്ലെങ്കിൽ അനുഭവിക്കാൻ അവർക്ക് കഴിഞ്ഞിട്ടില്ല. അവിടെ മുതൽ ഇങ്ങോട്ട് നിങ്ങൾ പരിശോധിച്ചാൽ CMRL കമ്പനി എക്കാലത്തും ഈ ലീസ് തിരിച്ചു പിടിക്കാൻ വേണ്ടി പരിശ്രമിക്കുകയും കേരള ഗവൺമെന്റ് കേരളത്തിന്റെ പൊതു താല്പര്യം അല്ലെങ്കിൽ പ്രത്യേകിച്ച് തീരദേശ മേഖലയിലെ ആളുകളുടെ താല്പര്യം സംരക്ഷിക്കുന്നതിന്റെ ഭാഗമായി അവിടെ സ്വകാര്യ വ്യക്തികൾക്ക് ലീസ് അനുവദിക്കുന്നില്ല എന്നുള്ള വിചിന്തിതമായിട്ടുള്ള സ്റ്റഡി ആയിട്ടുള്ള നിലപാട് സ്വീകരിച്ച് അതിനെതിരെ ഫൈറ്റ് ചെയ്യുകയും ചെയ്യുന്ന കാഴ്ചയാണ് നമ്മൾ കാണുന്നത്. അത് AK ആന്റണി സർക്കാരിന്റെ നിലപാടതായിരുന്നു. അതിനുശേഷം വന്ന അച്യുതാനന്ദൻ സർക്കാരിന്റെ നിലപാടതായിരുന്നു. അച്യുതാനന്ദൻ വെന്റ് 1 step ahead. ഇനി ഒരു കാരണവശാലും ഇനി നാളെ ആണെങ്കിലും അത് നടക്കരുത് എന്നുള്ളതുകൊണ്ട് അച്യുതാനന്ദൻ ഗവൺമെന്റ് കേരളത്തിന്റെ വാണിജ്യ നയം അല്ലെങ്കിൽ വ്യാപാര വാണിജ്യ നയം തീരുമാനിച്ചപ്പോ മിനറൽ പോളിസിയിൽ കൃത്യമായിട്ടുള്ള ഒരു പോളിസി അദ്ദേഹം അഡോപ്റ്റ് ചെയ്തു. പൊതുമേഖലയിലല്ലാതെ സ്വകാര്യ വ്യക്തികൾ കരിമണൽ ഖനനത്തിൽ എൻട്രി ചെയ്യാൻ സംസ്ഥാന സർക്കാർ അനുവദിക്കില്ല എന്നുള്ള നയം തീരുമാനിച്ചു. അച്യുതാനന്ദന് ശേഷം ഉമ്മൻചാണ്ടി സർക്കാർ വന്നു. ഇതിനിടയിൽ CMRL കമ്പനി അവരുടെ ലീസ് ക്യാൻസൽ ചെയ്തതിനെതിരെ അല്ലെങ്കിൽ അത് മുമ്പോട്ട് പോകാൻ കഴിയാത്തതിനെതിരെ കേന്ദ്ര മൈൻസ് ട്രൈബ്യൂണലിൽ പോവുകയുണ്ടായി. മൈൻസ് ട്രൈബ്യൂണല് അവർക്ക് അവരുടെ ആവശ്യങ്ങൾ പുനർപരിശോധിക്കാൻ കേരള ഗവൺമെന്റിനോട് നിർദ്ദേശം നൽകി. അതിനുശേഷം കേരള ഗവൺമെന്റ് പുനഃപരിശോധിച്ചെങ്കിലും അനുകൂലമായ തീരുമാനം കൈക്കൊണ്ടില്ല. ആ തീരുമാനത്തിനെതിരെ ആദ്യം ഹൈക്കോടതി പോയി. ഹൈക്കോടതി സിംഗിൾ ബെഞ്ച് CMRLന് അനുകൂലമായി ഉത്തരവിട്ടു. അപ്പോഴും ഗവൺമെന്റ് ആ ലീസ്
പ്രവൃത്തിപഥത്തിലാക്കാൻ, ലീസ് അനുവദിക്കാൻ അല്ലെങ്കിൽ ലീസ് എക്സിക്യൂട്ട് ചെയ്യാൻ തയ്യാറായില്ല. ഗവൺമെന്റ് ഡിവിഷൻ ബെഞ്ചിൽ അപ്പീൽ പോയി. ഡിവിഷൻ ബെഞ്ചിന്റെ തീരുമാനവും CMRL അനുകൂലമായപ്പോൾ സ്വാഭാവികമായിട്ടും അന്നും ആ തീരുമാനം അനുകൂലമായി വന്നപ്പോഴും അധികാരത്തിലിരുന്ന സർക്കാർ ആ ലീസ് എക്സിക്യൂട്ട് ചെയ്യാനോ ലീസിന് അനുകൂലമായോ നിലപാട് സ്വീകരിച്ചില്ല. പിന്നീട് അതിനുമെതിരെ സുപ്രീം കോടതിയിൽ സ്റ്റേറ്റ് അപ്പീൽ പോയി. ഉമ്മൻചാണ്ടി സർക്കാരിന്റെ കാലത്താണ് സുപ്രീം കോടതി അപ്പീൽ പോയി CMRL കമ്പനിക്ക് ആ ലീസ് എക്സിക്യൂട്ട് ചെയ്ത് കൊടുക്കാതെ ഫൈറ്റ് ചെയ്ത് ടുവേഴ്സ് ദ എൻഡ് ആ സുപ്രീം കോടതി വിധി. ഇനി അവിടെ നിന്നാണ് നമ്മുടെ ഇത് ആരംഭിക്കുന്നത്. ദിസ് ഈസ് ദ ജഡ്ജ്മെന്റ്. 3 അംഗ ബെഞ്ച് പരിഗണിച്ച കേസിൽ ഒരു സിംഗിൾ ജഡ്ജ് ജസ്റ്റിസ് ഭാനുമതി സംസ്ഥാന സർക്കാരിന്റെ വാദങ്ങൾ മുഴുവൻ അംഗീകരിച്ച് ഡിസന്റ് നോട്ട് എഴുതുകയും എന്നാൽ ഭൂരിപക്ഷ വിധി പ്രകാരം ഡിവിഷൻ ബെഞ്ച് ജഡ്ജ്മെന്റിനെതിരെ സമർപ്പിച്ച അപ്പീൽ തള്ളിക്കളഞ്ഞുകൊണ്ട് പക്ഷേ ആ സുപ്രീം കോടതി സ്റ്റേറ്റ് ഗവൺമെന്റിന് ഒരു അവസരം നൽകുകയുണ്ടായി. ആ അവസരം ഞാൻ പറയാം. അതായത് CMRLന് അനുകൂലമായി ഹൈക്കോടതി ഡിവിഷൻ ബെഞ്ച് വിധിക്ക് എതിരായി പോയ സുപ്രീം കോടതി അപ്പീലിൽ പരിഗണിച്ചതിന് ശേഷം Kerala state government does not have the effects of making a valid reservation within the comprehension of section 17A. The High Court was therefore justified in holding that there is no valid reservation at present, no matter the government can make such a reservation if so advised in the prescribed by law. അതായത് CMRLന് കൊടുത്ത ലീസ് നിലനിൽക്കാൻ കാരണം ഗവൺമെന്റ് ആ സ്ഥലം ഓൾറെഡി നോട്ടിഫൈ ചെയ്ത് പൊതുമേഖലയ്ക്ക് വേണ്ടി അല്ലെങ്കിൽ സർക്കാർ ഏറ്റെടുക്കാൻ ആഗ്രഹിക്കുന്ന നോട്ടിഫിക്കേഷൻ നടത്തിയിട്ടില്ല എന്ന് കണ്ടെത്തി അപ്പീൽ ഡിസ്മിസ് ചെയ്തിട്ട് അടുത്ത ഒരു വാചകം പറഞ്ഞു. ഇൻ അതർ വേർഡ്സ്, ദ ഡിസ്മിസൽ ഓഫ് ദിസ് അപ്പീൽ ഷാൽ നോട്ട് പ്രിവെന്റ് ദ സ്റ്റേറ്റ് ഫ്രം ഇൻവോക്കിംഗ് ഇറ്റ്സ് റൈറ്റ്സ് അണ്ടർ സെക്ഷൻ 17A(2) ഓഫ് ദ ആക്ട് ബൈ ഇഷ്യൂയിങ് നോട്ടിഫിക്കേഷൻ ഇൻ റെസ്പെക്ട് ഓഫ് മിനറൽ ഡിപ്പോസിറ്റ്സ് ഇൻ ക്വസ്റ്റ്യൻ. അതായത് എപ്പോഴാണ് സംസ്ഥാന സർക്കാരിന് ഏറ്റവും നല്ല അവസരം കൈവന്നത്? അതായത് MMDR ആക്ട് സെക്ഷൻ 17 പ്രകാരം CMRLന് ലീസ് അനുവദിച്ച മേഖലകൾ നോട്ടിഫൈ ചെയ്താൽ അത് സർക്കാരിന്റെ കയ്യിലേക്ക് വരുമാണ്. ഈ ജഡ്ജ്മെന്റ് പാസ് ചെയ്ത ഡേറ്റ് എന്ന് പറയുന്നത് അതായത് 16 ഏപ്രിൽ 8, 2016 8 ഏപ്രിൽ 2016 ഈ ജഡ്ജ്മെന്റ് വരുന്നു. ആ ജഡ്ജ്മെന്റ് പ്രകാരം ഈ കേരള ഗവൺമെന്റ് നടത്തിയ ലോങ് ഫൈറ്റ്, അതായത് CMRLന് 2004 അനുവദിച്ചിരുന്ന ആ ലീസ് തിരിച്ചുപിടിക്കാൻ ആ ഏരിയ സംസ്ഥാന സർക്കാരിന് ഏറ്റെടുക്കാൻ കഴിയുന്ന നിയമപരമായിട്ടുള്ള അവസരം കിട്ടിയ ആ ഒരു വരിയാണ് ഞാൻ നിങ്ങൾക്ക് വായിച്ചത്. ഗവൺമെന്റിന് നോട്ടിഫൈ ചെയ്ത് തിരിച്ചെടുക്കുന്നതിന് തടസ്സമില്ല എന്ന് പറഞ്ഞു. 25/5/2016 ഞാൻ പറഞ്ഞു ഏപ്രിൽ 8, 2016 ഈ വിധി വരുന്നു. ഏപ്രിൽ കഴിഞ്ഞിട്ട് മെയ് 25 പിണറായി വിജയൻ സർക്കാർ അധികാരത്തിൽ വരികയാണ്. 25/5/2016 പിണറായി വിജയൻ അധികാരത്തിൽ വന്നു. അധികാരത്തിൽ വന്നതിന് പിന്നാലെ 20/12/2016 മുതൽ വീണയ്ക്ക് മാസാമാസം 5 ലക്ഷം രൂപ CMRL നൽകുകയാണ്. CMRLന്റെ ഏറ്റവും വലിയ ആവശ്യം എന്ന് പറയുന്നത് ഈ ലീസ് അവർക്ക് അനുവദിച്ചു കിട്ടണം എന്നുള്ളതാണ്. അവരതിനു വേണ്ടിയിട്ടുള്ള കാലാകാലങ്ങളിൽ സർക്കാരുകൾക്ക് നിവേദനം നൽകുന്നു. പിണറായി വിജയന്റെ മുമ്പിലും അന്നത്തെ ഗവൺമെന്റിന് മുമ്പിലും CMRL നിവേദനം നൽകി ഞങ്ങൾക്ക് ഈ ലീസ് അനുവദിച്ചു തരണം എന്നാവശ്യപ്പെടും. പിണറായി വിജയൻ അധികാരത്തിൽ വന്ന് 25/5/2016 ഏകദേശം 6 മാസം കഴിഞ്ഞ മുതൽ 20/12/2016 മുതൽ വീണയുടെ അക്കൗണ്ടിലേക്ക് എല്ലാ മാസവും 5 ലക്ഷം രൂപ വീതം CMRL കൊടുത്തുകൊണ്ടിരിക്കുന്നു. അതിനുശേഷം 2/3/2017 ആയപ്പോൾ ഈ 5 ലക്ഷം കൂടാതെ എക്സാലോജിക് എന്ന് പറയുന്ന കമ്പനിയിലേക്ക് 3 ലക്ഷം രൂപ വീതം വീണ്ടും CMRL കൊടുത്തുകൊണ്ടിരിക്കുകയാണ്. അപ്പോ ഞാൻ പറഞ്ഞില്ലേ, ഈ 2016 വന്ന വിധി എപ്പോ നടപ്പിലാക്കിയാലും ആ സ്ഥലം നോട്ടിഫൈ ചെയ്ത് ഏറ്റെടുത്താലും CMRLന്റെ എല്ലാ ഇൻട്രസ്റ്റും അവിടെ അവസാനിച്ചു എന്ന് പറഞ്ഞാൽ പിന്നെ
പിന്നെ CMRL ഈ ലീസുമായി ബന്ധപ്പെട്ട് ഒരു സാധ്യതയും നിലനിൽക്കുന്നില്ല. അപ്പോ അങ്ങനെ ഇരിക്കെ നിരവധിയായിട്ടുള്ള അപേക്ഷകൾ ഈ സർക്കാരിന്റെ മുമ്പിൽ CMRL കൊടുക്കുകയാണ്. അതിനുശേഷം ഇനി ഒരു ഇമ്പോർട്ടന്റ് ടേൺ ഉണ്ടാവുന്ന ഇവിടെയാണ്. ഞാൻ നേരത്തെ പറഞ്ഞു, ഇടതുപക്ഷ സർക്കാരെന്നല്ല, UDF സർക്കാർ, ജനാധിപത്യ സർക്കാരും ഇടതുപക്ഷ സർക്കാരും ഒരേ സ്വരത്തിൽ 2004 മുതൽ എടുത്തുവരുന്ന നിലപാട് എന്ന് പറയുന്നത് കേരളത്തിൽ കരിമണൽ ഖനനം, അതല്ലെങ്കിൽ മേജർ മിനറൽസിന്റെ ഖനനം പൊതുമേഖലയിൽ മാത്രമായി നിലനിർത്തും എന്നതാണ്. AK ആന്റണി സർക്കാർ, അച്യുതാനന്ദൻ സർക്കാർ, ഉമ്മൻചാണ്ടി സർക്കാർ റൈറ്റ് ഫ്രം 2004 to 2016 പിണറായി വിജയൻ സർക്കാർ വരുന്നവരെ എടുത്തിരുന്ന നിലപാട്. ഇടതുപക്ഷത്തിന്റെ നിലപാട് അന്നും ഇന്നും എപ്പോഴും അവർ പറയുന്നത് ഖനനം സ്വകാര്യ മേഖലയിൽ ഞങ്ങൾ അനുവദിക്കില്ല എന്നുള്ളതാണ്. ഞാൻ നിങ്ങളുടെ ശ്രദ്ധയിലേക്ക് കൊണ്ടുവരുന്നത് 2018 വ്യവസായ നയമാണ്. 2018 വ്യവസായ നയം, അതായത് 20/7/2018 പിണറായി വിജയൻ സർക്കാർ പുറത്തിറക്കിയ, അത് ഞാൻ വായിക്കാം, വ്യവസായ മേഖലയുമായി ബന്ധപ്പെട്ട് എല്ലാ വിഭാഗങ്ങളുമായി ചർച്ച ചെയ്ത് തയ്യാറാക്കിയ കേരള വ്യവസായ വാണിജ്യ നയത്തിന്റെ കരട് പത്രിക പരാമർശം ഉത്തരവ് പ്രകാരം തത്വത്തിൽ അംഗീകാരം നൽകുകയും പൊതുജനാഭിപ്രായം സ്വരൂപിച്ച നയത്തിന്റെ അന്തിമ രൂപം നൽകുന്നതിനായി സർക്കാർ വെബ്സൈറ്റിൽ പ്രസിദ്ധീകരിക്കുകയും ചെയ്തിരുന്നു. തുടർന്ന് ലഭിച്ച അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും ഭേദഗതികളും സർക്കാർ സമഗ്രമായി പരിശോധിക്കുകയുണ്ടായി. അവയിൽ അഭികാമ്യമായി ഉൾപ്പെടുത്തി തയ്യാറാക്കിയ കേരള വ്യവസായ വാണിജ്യ നയം 2018 സർക്കാർ അംഗീകരിച്ച് ഉത്തരവാകുന്നു. ഈ നയം പ്രാവർത്തികമാക്കുന്നതിനാവശ്യമായ നടപടികൾ ബന്ധപ്പെട്ട വകുപ്പുകൾ, ഏജൻസികൾ സത്വരം സ്വീകരിക്കേണ്ടതാണ്. ഇതാണ് 2018 വ്യവസായ നയം. വ്യവസായ നയത്തില് മൈനിങ്ങിനെ സംബന്ധിച്ച് പരാമർശിക്കുന്നത് പാര 6 ആണ്. അതിന്റെ പാര 6.6 മൈനിങ് എന്ന് പറഞ്ഞിട്ട് ഇംഗ്ലീഷിലെ ഒരു പാരഗ്രാഫ് ഉണ്ട്. ദ മൈനിങ് ഓഫ് റെയർ എർത്ത് വിൽ ബി റെസ്ട്രിക്റ്റഡ് ടു പബ്ലിക് സെക്ടർ. Use of mineral wealth in Chavara, Thottapalli belt shall be taken up in a planned and holistic manner on the basis of a master plan to produce value-added products without endangering the livelihood of the coastal communities and environment. A large modern plan will be set up to produce titanium metal without conforming to titanium pigment alone. The technology required for this will be tied up through joint ventures with reputed entities in this field. ഇതാണ് വ്യവസായ നയത്തില് ഖനനവുമായി ബന്ധപ്പെട്ട് സർക്കാർ ഇംഗ്ലീഷ് വെർഷനിൽ പറഞ്ഞു. ഞാൻ നിങ്ങളോട് നേരത്തെ പറഞ്ഞ നേരത്തെ ജഡ്ജ്മെന്റ് ഉണ്ട്. ഈ ജഡ്ജ്മെന്റിന്റെ പ്രത്യേകത എന്ന് പറയുന്നത്, ഗവൺമെന്റിന് ആർജവമുണ്ട്, ഗവൺമെന്റിന് ആഗ്രഹമുണ്ട്, ഗവൺമെന്റ് ഇച്ഛാശക്തിയുണ്ട്, ഗവൺമെന്റ് പറയുന്നത് സത്യസന്ധമാണെങ്കിൽ ഈ ജഡ്ജ്മെന്റ് പ്രകാരം CMRL അനുവദിച്ചിട്ടുള്ള ആ ലീസ് ഏരിയ നോട്ടിഫൈ ചെയ്ത് വേണമെങ്കിൽ സർക്കാരിനെ തിരിച്ചെടുക്കാം. അതല്ല എങ്കിൽ ഡിവിഷൻ ബെഞ്ച്, കേരള ഹൈക്കോടതി ഡിവിഷൻ ബെഞ്ചിന്റെ ഉത്തരവ് പ്രകാരം ആ സ്ഥലം CMRL ലീസ് അനുവദിച്ചു കൊടുക്കാം. ഇതാണ് ഈ രണ്ട് ഓപ്ഷൻ ഇന്ത്യത്തുണ്ട്. ഇങ്ങനെ വരുമ്പോഴാണ് ഈ വ്യവസായ നയത്തിന്റെ മലയാള വെർഷൻ ഉണ്ടായത്. സ്വാഭാവികമായിട്ട് ഞാൻ നേരത്തെ വായിച്ച ഇംഗ്ലീഷ് വെർഷന്റെ അതേ ലാംഗ്വേജും അതേ കണ്ടന്റും അതേ കാര്യം മാത്രമേ മലയാളം വെർഷൻ ഉണ്ടാകാൻ കഴിയുള്ളൂ. ഇനി മലയാളം വെർഷൻ 6.6 ഖനനത്തില് ഈ 2017 ഞാൻ നേരത്തെ വായിച്ച ഇംഗ്ലീഷ് വെർഷന്റെ അതേ മലയാളം വെർഷൻ വായിക്കും. ആദ്യത്തെ സെന്റൻസ് കറക്റ്റാണ്. ധാതുമണൽ ഖനനം പൊതുമേഖലയിൽ മാത്രമായി പരിമിതപ്പെടുത്തും. അപ്പൊ അങ്ങനെ ഒരു നിലപാട് വ്യവസായ നയത്തിൽ സ്വീകരിച്ചു പോന്നാൽ സ്വാഭാവികമായിട്ടും ഈ സുപ്രീം കോടതി വിധിയുടെ അടിസ്ഥാനത്തിൽ ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ആ സ്ഥലം നോട്ടിഫൈ ചെയ്ത് തിരിച്ചേറ്റെടുക്കുക എന്നേ സർക്കാരിന് പറ്റത്തുള്ളൂ. അത് കഴിയുമ്പോൾ അവിടെ അടുത്തൊരു സെന്റൻസ് വരികയാണ്, എന്നാൽ ഇത് സംബന്ധിച്ച് ഇപ്പോൾ നിലവിലുള്ള ബഹുമാനപ്പെട്ട സുപ്രീം കോടതിയുടെ ഉത്തരവ് പാലിക്കപ്പെടുന്നതായിരിക്കും. ഈ സെന്റൻസ് എവിടെ നിന്ന് വന്നു എന്നുള്ളതാണ് ചോദ്യം നമ്പർ 1, വിച്ച് ഇസ് നോട്ട് ഇൻ ദ ഇംഗ്ലീഷ് വെർഷൻ. ഈ സെന്റൻസ് എന്ന് പറഞ്ഞ ഈ ഒരു വാചകം എന്ന് പറയുന്നത് CMRL ആ ലീസ് അനുവദിച്ച് നൽകുന്നതിന് വേണ്ടിയിട്ടുള്ള സ്പേസ്, പോളിസി സ്പേസ് കാർവ് ഔട്ട് ചെയ്താണ്. ഞങ്ങള് പൊതുമേഖലയിലെ ഖനനം അനുവദിക്കുള്ളൂ എന്ന് പറയുമ്പോൾ തന്നെ CMRL വേണ്ടി ഒരു വരി വാചകം ഇപ്പോഴത്തെ സുപ്രീം കോടതിയുടെ ഉത്തരവ് പാലിക്കപ്പെടുന്നതായിരിക്കും എന്ന് പറഞ്ഞത് അവർക്ക് വേണ്ടിയിട്ടാണ്. കാരണം അവരുടെ അപേക്ഷ പ്രോസസ് ചെയ്യാൻ വേണ്ടിയിട്ട്
മുഖ്യമന്ത്രിയുടെ മുഖ്യമന്ത്രിക്ക് കൊടുത്ത നിവേദനത്തിന്റെയും മറ്റു മന്ത്രിമാർക്ക് കൊടുത്തതിന്റെ നിവേദനത്തിന്റെ അടിസ്ഥാനത്തിൽ ആ പ്രോസസ്സിംഗ് നടന്നുകൊണ്ടിരിക്കുകയാണ്. ഉദ്യോഗസ്ഥർ താഴെത്തട്ടിൽ എഴുതിയിരുന്നത് സർക്കാരിന്റെ നയം പരിശോധിക്കുമ്പോൾ ഇത് ചെയ്യാൻ കഴിയില്ല, സർക്കാരിന്റെ നയം ഈ നിലയിലാണ്, സർക്കാർ പൊതുമേഖലയിൽ മാത്രം അനുവദിക്കുമെന്ന് പറയുമ്പോൾ ലീസ് അനുവദിച്ചു കൊടുക്കാൻ കഴിയില്ല. ഇതുമായി ബന്ധപ്പെട്ട നിയമോപദേശമെല്ലാം അവരെടുത്തു. നിയമോപദേശം എടുത്തപ്പോൾ സർക്കാരിന് ഈ ലീസ് നൽകണമെന്ന് നിർബന്ധമില്ല എന്നെല്ലാം പറഞ്ഞു. അപ്പൊ ഇങ്ങനെ ഈ പ്രോസസ് നടന്നുകൊണ്ടിരിക്കുന്ന സമയത്തെല്ലാം വീണ വിജയന്റെ അക്കൗണ്ടിലേക്ക് ഓരോ മാസവും 5, 3, 8 ലക്ഷം രൂപ മാസാമാസം വന്നുകൊണ്ടിരിക്കുന്നു. അതുകൂടാതെ വലിയ തുക സംഭാവനയായി കൊടുത്ത PV എന്ന പേരും പിണറായി വിജയന്റെ പേരും മറ്റേ ഞാൻ നേരത്തെ വായിച്ച ഇന്റർം സെറ്റിൽമെന്റ് ബോർഡിന്റെ ഇതിലുണ്ട്. അപ്പൊ എവിടേക്ക് എന്തോരം പണം പമ്പ് ചെയ്തു എന്ന് നമുക്കറിയില്ല. ഇങ്ങനെ ഇരിക്കുമ്പോഴാണ് ഇടുത്തി പോലെ മറ്റൊരു ഡെവലപ്മെന്റ് ഉണ്ടായത്. 2018-19 സംസ്ഥാന സർക്കാർ ഇത് പോസിറ്റീവായി പ്രോസസ് ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ കേന്ദ്ര സർക്കാരിന്റെ തീരുമാനമുണ്ടായി. ആറ്റമിക് മിനറൽസുമായി ബന്ധപ്പെട്ട എല്ലാ സ്വകാര്യ ഖനനാനുമതികളും റദ്ദ് ചെയ്യാൻ തീരുമാനമുണ്ടായി. കേന്ദ്ര സർക്കാരിന്റെ തീരുമാനം. കേന്ദ്ര സർക്കാർ ആറ്റമിക് കൺസെഷൻ 2019 അമെന്റ്മെന്റ് വരുത്തിക്കൊണ്ട് on 22/2019 Government of India amended the atomic mineral concession rules and brought down the threshold value from 0.75 to 0.00. With this amendment, only government companies are allowed to mine beach sand mineral in the country, as all beach sand mineral deposits comes under the category above the threshold value since the value is 0. അതായത് 20/2/2019 ഈ രാജ്യത്ത് നിലനിൽക്കുന്ന എല്ലാ ആറ്റമിക് കൺസെഷൻ മിനറൽ മൈൻസും അല്ലെങ്കിൽ മൈനിങ് പെർമിഷൻസും ക്യാൻസൽ ചെയ്യാൻ തീരുമാനം എടുക്കുകയും അതിന്റെ വെളിച്ചത്തില് 1/3/2019 in addition on 1/3/2019 Ministry of Mines issued an order for premature termination of all mineral concessions of beach sand minerals held by private companies and instructed to take necessary action in this regard. In this connection, on 19/3/2019 Ministry of Mines issued a letter to all principal secretaries in charge to determine the lease held by private companies. അതായത് ഈ 19/3/2019 എല്ലാ മിനറൽ കൺസെഷൻസും ക്യാൻസൽ ചെയ്യാൻ കേന്ദ്ര സർക്കാർ ഉത്തരവിട്ടതിന്റെ പിന്നാലെ സ്വാഭാവികമായിട്ടും കേരളത്തിലെ മൈനിങ് ആൻഡ് ജിയോളജി ഡിപ്പാർട്ട്മെന്റ് അതിന്റെ പ്രോസസ് സ്റ്റാർട്ട് ചെയ്ത് ഇവരോട് ഈ ലീസ് ടെർമിനേറ്റ് ചെയ്യാൻ വേണ്ടി 2004 കൊടുത്തു എന്ന് പറയുന്ന ലീസ് ടെർമിനേറ്റ് ചെയ്യാൻ വേണ്ട നടപടികളുമായി മുന്നോട്ട് പോയി അവര് ഓരോ ഘട്ടങ്ങളിലും അതിന്റെ പ്രോസസ്സ് കംപ്ലീറ്റ് ചെയ്ത് ലീഗൽ ഒപ്പീനിയൻ വാങ്ങി ലാസ്റ്റ് ലീസ് ടെർമിനേറ്റ് ചെയ്ത ഡോക്യുമെന്റ് ആണ് എന്റെ കയ്യിലുള്ളത്. അപ്പൊ ടെർമിനേറ്റ് ചെയ്യുന്ന ആ ഒരു തീരുമാനമെടുത്തത് 12/4/2019 12/4/2019 ഈ തീരുമാനമെടുത്ത് കഴിഞ്ഞപ്പോ ആ തീരുമാനം പ്രാബല്യത്തിലായി നോട്ടിഫൈ ചെയ്ത് സംസ്ഥാന സർക്കാർ തിരിച്ചെടുക്കാനുള്ള പ്രോസസ് നടന്നുകൊണ്ടിരിക്കുമ്പോൾ അപ്പൊ ലീസ് ക്യാൻസൽ ആയി കഴിഞ്ഞാൽ പിന്നെ സ്വാഭാവികമായിട്ടും സർക്കാരിന് ആ സുപ്രീം കോടതി വിധി പ്രകാരം നോട്ടിഫിക്കേഷൻ ഇറക്കി വളരെ നിസ്സാരമായിട്ട് ആ സ്ഥലം തിരിച്ചെടുക്കാനുള്ള നോട്ടിഫിക്കേഷൻ നടന്നുകൊണ്ടിരിക്കുമ്പോൾ പിണറായി വിജയന് നേരിട്ട് CMRL കമ്പനി ഒരു നിവേദനം നൽകി. അങ്ങ് ഫയൽ വിളിച്ചു വരുത്തി ഞങ്ങൾക്ക് അനുകൂലമായ തീരുമാനമെടുക്കണം. ഇത് സംബന്ധിച്ച് ആദ്യത്തെ ഇൻവോൾവ്മെന്റ് ഉണ്ടാകുന്നത്, അതായത് ഇത് സംബന്ധിച്ച് പ്രിൻസിപ്പൽ സെക്രട്ടറി ഇൻഡസ്ട്രീസിനോട് ഇത് സംബന്ധിച്ച നോട്ട് കൊണ്ടുവരാൻ പറയാം. അതിന്റെ അകത്ത് PS മാർക്ക് ചെയ്ത് ഇതാണ് ഒരു ക്രൂഷ്യൽ ഡോക്യുമെന്റ് എന്ന് പറയുന്നത്. ഇത് 27/8/2019 അതായത് CMRLന്റെ നിലവിൽ കയ്യിലുണ്ടായിരുന്ന ലീസ് നഷ്ടപ്പെടും എന്ന സ്ഥിതി വന്നതിന് ശേഷം അത് സേവ് ചെയ്യാൻ മാർഗമുണ്ടോ എന്ന് CMRL പരിശോധിക്കുമ്പോൾ മൈനിങ് ആൻഡ് ജിയോളജി ഡിപ്പാർട്ട്മെന്റിൽ നിന്നും അത് സാധിക്കില്ല എന്ന് പറഞ്ഞ് ടെർമിനേഷന് വേണ്ടി മുമ്പോട്ട് പോയപ്പോൾ അവര് CMനെ സമീപിച്ചതിന്റെ പിന്നാലെ ഈ നോട്ടിൽ കുറിച്ചിട്ടുള്ള വാചകം ഞാൻ നിങ്ങൾക്ക് വേണ്ടി വായിക്കാം. ഈ നോട്ടിൽ കുറിച്ചിട്ടുള്ള വാചകം, പ്ലീസ് പ്രോസസ് ദിസ്. He may need a in principle approval before sending for law vetting. Next sentence is very crucial. CM is
reviewing this on 4/9/2019. Let's be ready with the PPT. CM is reviewing this on 4/9/2019. Let us be ready with the PPT. അതായത് സാധാരണഗതിയിൽ മുഖ്യമന്ത്രിയുടെ വകുപ്പിലല്ലാത്ത ഒരു ഫയല് വിളിച്ചു വരുത്തി പരിശോധിക്കണമെന്നുണ്ടെങ്കിൽ there should be substantial reasons. There should be transparent speaking reasons why CM is directly involving on a file. ഞാൻ പറയുന്നു നമ്പർ 1, CMRL അനുവദിച്ച 2004 കിട്ടിയ ലീസ് ടെർമിനേറ്റ് ചെയ്യപ്പെട്ട് നിൽക്കുന്ന സമയത്ത് അത് റീഗെയിൻ ചെയ്യാൻ വേണ്ടി പലർക്കും അവർ നിവേദനങ്ങൾ നൽകിയതിന്റെ വെളിച്ചത്തിൽ മുഖ്യമന്ത്രിക്കും നൽകി. മുഖ്യമന്ത്രി he directly invoked his powers. He called for the review of the file. അതായത് 4/9/2019 CM റിവ്യൂ ചെയ്യുന്നു എന്ന് പറഞ്ഞു. സ്വാഭാവികമായിട്ടും പിന്നീട് അങ്ങോട്ട് CMന്റെ ഡയറക്റ്റ് ഇന്റർവെൻഷൻ ഉണ്ടായി. പിന്നീട് നടക്കുന്ന പരിശ്രമം എന്ന് പറയുന്നത് എങ്ങനെയെങ്കിലും ഈ ലീസ് സേവ് ചെയ്യാൻ പറ്റുമോ എന്ന് പരിശോധിക്കുകയാണ്. അതിന്റെ ഭാഗമായിട്ട് നിങ്ങൾ ആലോചിക്കണം. ഇനി ഞാൻ നിങ്ങളുടെ മുമ്പിൽ വായിക്കുന്നത് ഇതൊരു ഇന്റേണൽ സർക്കുലേഷൻ നോട്ടാണ്. സാധാരണഗതിയിൽ ഏതെങ്കിലും ഒരു വിഷയത്തിൽ ഒന്നിലേറെ ഡിപ്പാർട്ട്മെന്റ്സ് ഇൻവോൾവ് ആയിരിക്കുമ്പോൾ അതിന്റെ എല്ലാ മന്ത്രിമാർക്കും ഇപ്പൊ 3 മന്ത്രിമാർ ഇൻവോൾവ് ചെയ്യുന്ന ഒരു പ്രശ്നമാണെങ്കിൽ സ്വാഭാവികമായിട്ട് ഇതിന്റെ അകത്ത് ഇപ്പോൾ CM ഡയറക്റ്റ് ആയിട്ട് ഇൻവോൾവ് ചെയ്യാൻ തീരുമാനിച്ചാൽ വ്യവസായ മന്ത്രി ഇൻവോൾവ് ആയിരിക്കും, മൈനിങ് ആൻഡ് ജിയോളജി ഡിപ്പാർട്ട്മെന്റ് ഇൻവോൾവ് ആയിരിക്കും, ഒരുപക്ഷെ ടു എ ഗ്രേറ്റ് എക്സ്റ്റെന്റ് റവന്യൂ ഡിപ്പാർട്ട്മെന്റ് ഇൻവോൾവ് ആയിരിക്കും. അപ്പൊ 3-4 മന്ത്രിമാരോ അല്ലെങ്കിൽ വകുപ്പുകളോ ഇൻവോൾവ് ചെയ്യുമ്പോൾ അവർക്ക് വേണ്ടി കൊടുക്കുന്ന രഹസ്യമായ ഇന്റേണൽ സർക്കുലേഷൻ നോട്ടാണ് ഈ തീരുമാനം എന്ന് പറയുന്നത്. ഇതിന്റെ ബാക്ക്ഗ്രൗണ്ട് എല്ലാം പറഞ്ഞിട്ട് അവര് പറയാണ്, kindly pursue the report furnished by the DMG in this regard. DMG is having the opinion that KREML നാണ് CMRL അല്ല, KREML നാണ് ലീസ് അനുവദിക്കുന്നത്. മൈനിങ് കമ്പനി എന്ന് പറയുന്നത് CMRLന്റെ സിസ്റ്റർ കമ്പനിയായ KREML ആണ്. KREML is neither a government company nor a corporation owned or controlled by the government. Later wide report noted dated 26/8/2019, the DMG has suggested the government to consult law department for advice on the following points. Is the original SC order granting KRML 4 leases to be implemented by the state government in the light of recent amendment. Since the leases granted KRML is cancelled by government of Kerala, whether premature termination is required at this juncture. And to suffice to issue an order by the government complying with the SC judgment stating that as per the new amendment in the Atomic Mineral Construction Rules and letter issued by the Ministry of Mines dated 1/3/2019 that the leases held by KRML is stand terminated. In the light of Honorable SC judgment and the recent Government of India Amendment Atomic Mineral Construction, whether the in principle approval given by Government of India White Swan So dated 5/5/2003 forming a joint venture between KRML, IRE, KSIDC can be taken forward, limiting the equity of KRML to 25% as stipulated in the section 17A 2B MMDR Act. Whether the GOK through a government-owned company corporation can enter into a JV through a fresh competitive process to enlist a private partner. As directed by the Principal Secretary, CF, the file may be circulated to Honorable Chief Minister. അതായത് ഈ ലീസ് ടെർമിനേഷനെ സംബന്ധിച്ച് മൈനിങ് ആൻഡ് ജിയോളജി ഡിപ്പാർട്ട്മെന്റിന്റെ വ്യക്തമായ ഒപ്പീനിയൻ ഫോം ചെയ്ത് ഇൻഡസ്ട്രീസ് ഡിപ്പാർട്ട്മെന്റ് അതിൽ ആക്ഷൻ മുന്നോട്ട് പോയി ആ ഫയൽ കൺക്ലൂഡ് ചെയ്യുന്ന സമയത്ത് CM ഇതിൽ ഇടപെട്ട അഭിപ്രായം പറഞ്ഞ നിലയ്ക്ക് അവർ ലാസ്റ്റ് ഈ 3 ഓപ്ഷൻസ് ഓപ്പൺ ആക്കി വെച്ചിട്ട് അവസാനത്തെ പാരഗ്രാഫ് പറയണം, ആസ് ഡയറക്റ്റഡ് ബൈ ദ പ്രിൻസിപ്പൽ സെക്രട്ടറി അറ്റ് പേജ് 1187 this confidential note, the file may be circulated to the Honorable Chief Minister through Honorable Minister of Industries. അപ്പോ അദ്ദേഹം CMRLന്റെ ഇത് സംബന്ധിച്ച ഫയൽ വിളിച്ചു വരുത്തി. അതിനുശേഷം അദ്ദേഹം ഒരു മീറ്റിംഗ് ചെയർ ചെയ്ത് അത് ഇമ്മീഡിയറ്റ് ആയിട്ട് ക്യാൻസൽ ചെയ്യേണ്ടതില്ല എന്നും അത് പുനഃപരിശോധിക്കേണ്ടതാണ് എന്നും പറഞ്ഞതായിട്ടാണ് നമുക്ക് മനസ്സിലാവുന്നത്. കാരണം അതിനുശേഷം ഉണ്ടായിട്ടുള്ള ഡെവലപ്മെന്റിലുള്ള സർക്കുലേഷൻ നോട്ടാണ് എന്റെ കയ്യിലുള്ളത്. ഈ ഞാൻ പറഞ്ഞ മീറ്റിംഗ്
CM ഇൻവോക്ക് ചെയ്തതിന് ശേഷം CM ചെയർ ചെയ്ത ഒരു മീറ്റിംഗ് നടന്നിരുന്നു. ആ മീറ്റിംഗിന്റെ അടിസ്ഥാനത്തിൽ ഇനി ഫർദർ തീരുമാനങ്ങൾ എങ്ങനെ എടുക്കണം എന്ന് ചോദിച്ച് എന്ത് തീരുമാനം കൈക്കൊള്ളണം എന്ന് തീരുമാനിച്ച് ഇന്റേണലി ഡിസ്കസ് ചെയ്ത് ഡിപ്പാർട്ട്മെന്റ്സിന്റെ ഒപ്പീനിയൻ ഫോം ചെയ്ത് CM ഇൻവോക്ക് അദ്ദേഹത്തിന്റെ പവേഴ്സ് ഇൻവോക്ക് ചെയ്ത് ഇന്റർഫിയർ ചെയ്ത നിലയ്ക്ക് ഇനി ആ കാര്യത്തിൽ ഒരു തീരുമാനം CMന് എടുക്കാൻ കഴിയും. അപ്പൊ അതുകൊണ്ട് ഫൈനലി ഈ KREMLന്റെ ലീസ് ടെർമിനേറ്റ് ചെയ്യുന്നതിന്റെ അവസാനമായിട്ടുള്ള തീരുമാനം എങ്ങനെ എടുക്കണം എന്നതിനെ സംബന്ധിച്ചുള്ള ഫയല് ദാറ്റ് ഈസ് ഗോയിങ് ടു CM. മുഖ്യമന്ത്രിക്ക് മുമ്പിലേക്ക് പോയതിന്റെ ഒരു ഭാഗമാണ് ഞാൻ വായിക്കുന്നത്. അപ്പൊ അതായത് എല്ലാ പ്രോസസ്സും കഴിഞ്ഞ് ഡിപ്പാർട്ട്മെന്റ്സ് എല്ലാം ലീസ് ടെർമിനേറ്റ് ചെയ്യുന്ന ഒപ്പീനിയൻ പറഞ്ഞു നിൽക്കുമ്പോൾ it may again be noted that Ministry of Mines wide letter dated 19/3/2019 directed the state governments to prematurely terminate all existing mineral concessions of beach sand minerals held by private persons companies as provisions of section 4A1 4A3 of MMDR Act 1957. Now the LD has advised, now the LD is the law department, now the law department has advised to prematurely release the mining lease granted to KREML. അതായത് KREMLന് 2004 അനുവദിച്ചു എന്ന് പറയുന്ന ലീസ് എന്നേക്കുമായിട്ട് ടെർമിനേറ്റ് ചെയ്യാൻ ലോ ഡിപ്പാർട്ട്മെന്റ് പറഞ്ഞിട്ടുണ്ട്. ലോ ഡിപ്പാർട്ട്മെന്റിന്റെ ഒപ്പീനിയൻ വാങ്ങിയാണ് ഫൈനൽ ആക്ഷൻ നടക്കുന്നത്. അപ്പൊ ഫൈനലി ആ ഫയലിന്റെ നാച്ചുറൽ ഓർഗാനിക് ആയിട്ടുള്ള എൻഡിങ്ങിലേക്ക് അതെത്തി. CMRLന് ലീസ് കൊടുത്തിരുന്ന ലീസ് ക്യാൻസൽ ചെയ്യാന്നുള്ള എല്ലാ പ്രോസസ്സും കംപ്ലീറ്റ് ചെയ്ത് കഴിഞ്ഞപ്പോ however as per the decision number 7 taken in the meeting chaired by the Honorable CM on 5/9/2019 it was decided to sought legal opinion seek legal opinion from the Advocate General regarding the judgment of Honorable Apex Court dated 8/4/2016. In this circumstances the file may be circulated to Honorable Chief Minister for orders as to whether the mining leases granted to Mrs. KREML may be prematurely terminated in view of remarks tendered by the Law Department and the decision issued by the Government of India dated 19/3/2019 and the remaining pending application of the KREML may be rejected in the light of the amendments dated 19/2/2019 and 20/2/2019 on AMCR 2016 or advice of the Advocate General may be sought for regarding the compliance of the judgment of the Honorable Supreme Court dated 8/4/2016 as decided on the meeting held on 5/9/2019. നിങ്ങൾക്ക് പെട്ടെന്ന് ക്ലിയർ ആയി കാണില്ല, ഞാൻ പറയാം. അതായത് ഒരു ഡിപ്പാർട്ട്മെന്റ് പ്രോസസ് എൻറ്റയർ പ്രോസസ്സ് ഈ KREML എന്ന് പറയുന്ന CMRLന്റെ കമ്പനിക്ക് നൽകിയ ലീസ്, പ്രത്യേകിച്ച് ഗവൺമെന്റ് ഓഫ് ഇന്ത്യ ആറ്റമിക് മിനറൽ കൺസെഷൻ റൂൾസിൽ വരുത്തിയിട്ടുള്ള അമെന്റ്മെന്റിന്റെ വെളിച്ചത്തിലും ഇവിടത്തെ ലോ ഡിപ്പാർട്ട്മെന്റ് പ്രിമച്വർ ടെർമിനേഷൻ നടത്തണമെന്ന് സജസ്റ്റ് ചെയ്തതിന്റെ വെളിച്ചത്തിൽ ഇനി CMRLന്റെ സിസ്റ്റർ കമ്പനിയായ KREMLന് നൽകിയ ലീസ് ടെർമിനേറ്റ് ചെയ്യണമോ അതെയോ ഇനി ഇത് സംബന്ധിച്ച് വീണ്ടും സുപ്രീം കോടതി ജഡ്ജ്മെന്റ് നടപ്പിലാക്കാൻ വേണ്ടി സാധ്യതയുണ്ടോ എന്ന് ആരായാൻ അഡ്വക്കേറ്റ് ജനറലിന്റെ ഒപ്പീനിയൻ തേടണം. അതായത് ഒന്നുകിൽ ആ ഫയൽ അവിടെ എൻഡ് ചെയ്യും, അല്ലെങ്കിൽ ആ ഫയലിന് വീണ്ടും ജീവൻ വെച്ച് അഡ്വക്കേറ്റ് ജനറലിന്റെ ഒപ്പീനിയൻ വാങ്ങി വീണ്ടും അത് ഓപ്പൺ ചെയ്യാൻ പറ്റുന്നത്. അപ്പൊ ഇൻ ദിസ് സർക്കംസ്റ്റൻസ് ദ ഫയൽ മേ ബി സർക്കുലേറ്റഡ് ടു ഹോണറബിൾ ചീഫ് മിനിസ്റ്റർ ചീഫ് മിനിസ്റ്റർ ഫോർ ഓർഡേഴ്സ് ആസ് ടു വെദർ. മുഖ്യമന്ത്രിയുടെ തീരുമാനമാണ് വേണ്ടത്. ഈ നോട്ട് അദ്ദേഹത്തിന്റെ മുമ്പിലേക്ക് പോകുന്ന ഡേറ്റ് എന്ന് പറയുന്നത് 19/10/2019 19/10/2019. എനിക്ക് നിയമസഭയിൽ ഒരേ ഒരു കാര്യം ചോദിക്കണമെന്ന് ആഗ്രഹം ഉണ്ടായിരുന്നു. 19/10/2019 CMRLന്റെ സിസ്റ്റർ കൺസേൺ ആയ KREMLന്റെ ലീസ് ടെർമിനേറ്റ് ചെയ്യണോ അതെയോ അത് സംബന്ധിച്ച് ലീഗൽ ഒപ്പീനിയൻ വീണ്ടും ചോദിക്കാൻ അഡ്വക്കേറ്റ് ജനറൽ വിടണമോ എന്ന തീരുമാനമെടുക്കാൻ വേണ്ടി മുഖ്യമന്ത്രിയുടെ മുമ്പിലേക്ക് ഫയൽ വരുമ്പോ ആർന്റ് യു അവെയർ, നിങ്ങൾക്കറിയില്ലേ, 20/12/2016 മുതൽ 3 വർഷമായി തന്റെ മകൾക്ക് 8 ലക്ഷം രൂപ വീതം നൽകുന്ന കമ്പനിയുടെ താല്പര്യത്തിന് അനുകൂലമായി തീരുമാനമെടുക്കണോ അതിന് വിരുദ്ധമായി തീരുമാനമെടുക്കണോ എന്ന് അങ്ങ് ചിന്തിച്ച് തീരുമാനമെടുത്തിട്ട് ഈ കൈകൾ ശുദ്ധമാണെന്ന് നിങ്ങൾക്ക് എങ്ങനെയാണ് ജനങ്ങളോട് പറയാൻ കഴിയുക എന്ന് അദ്ദേഹത്തെ മുന്നിൽ നിർത്തി നിയമസഭയിൽ ചോദിക്കണമെന്ന് എനിക്കൊരു ആഗ്രഹം ഉണ്ടായിരുന്നു. അതിനു വേണ്ടിയിട്ടാണ് ഞാൻ നിയമസഭയിൽ ഈ കാര്യം ഉന്നയിക്കാൻ ആഗ്രഹിച്ചത്. അതായത് 3 വർഷത്തിലേറെ
8 ലക്ഷം രൂപ മകൾക്ക് നൽകിക്കൊണ്ടിരിക്കുന്ന ഒരു കമ്പനിയുടെ ലീസ് ടെർമിനേറ്റ് ചെയ്യുക, അതായത് മുഖ്യമന്ത്രി ഇടപെടേണ്ട വിഷയമേ അല്ല, അദ്ദേഹത്തിന്റെ വകുപ്പല്ല, അദ്ദേഹവുമായി ബന്ധപ്പെട്ട കാര്യങ്ങളില്ല. ആ വകുപ്പ് എല്ലാ നിലയ്ക്കുമുള്ള കാര്യങ്ങൾ പൂർത്തീകരിച്ച് ആ ലീസ് ടെർമിനേറ്റ് ചെയ്യാൻ നിൽക്കുമ്പോ നിങ്ങൾ എന്തിനു വേണ്ടിയാണ് ഈ കുറിപ്പിലൂടെ ഈ സാധനം നിങ്ങളുടെ ടേബിളിലേക്ക് വിളിച്ചത്? എന്തിനു വേണ്ടിയിട്ടാണ് CM 5-9 റിവ്യൂ ചെയ്യാൻ തീരുമാനിച്ചത്? എന്തടിസ്ഥാനത്തിലാണ്? ആ റിവ്യൂ ചെയ്ത് ആ തീരുമാനമെടുക്കാനുള്ള സർക്കുലേഷൻ നോട്ട് ലാസ്റ്റ് നിങ്ങളുടെ മുമ്പിൽ വന്നു. നിങ്ങൾ തീരുമാനം ആർക്ക് അനുകൂലമായി എടുത്തു? എന്തുകൊണ്ടെടുത്തു? ഇനിയും നിങ്ങളുടെ കൈകൾ ശുദ്ധമാണ് എന്ന് കേരളത്തിന്റെ പൊതുസമൂഹത്തോട് പറയാൻ നിങ്ങൾക്ക് ആർജവമുണ്ടോ എന്ന് ഒരൊറ്റ ചോദ്യം എനിക്ക് ചോദിക്കാനുണ്ട്. മാസപ്പടിക്ക് കിട്ടിയ സേവനം എന്താണ്, നൽകിയ സേവനം എന്താണ് എന്ന് ഇതിനപ്പുറം ഒരു ലേമാനോ അല്ലെങ്കിൽ ഒരു ജനപ്രതിനിധിക്കോ ജനങ്ങൾക്ക് മുമ്പിൽ തെളിയിക്കാൻ കഴിയില്ല. ദിസ് ഈസ് ദ ബെസ്റ്റ്. ഇതിനപ്പുറം ഒരു എവിഡൻസ് നമ്മളെ അധികാരത്തിലിരിക്കുന്ന ഒരു സർക്കാർ ഞങ്ങളോടൊപ്പം ഇല്ല. എല്ലാ നിലയ്ക്കും എല്ലാ രേഖകളും സപ്രസ് ചെയ്യാനും ഒളിക്കാനും മറയ്ക്കാനും നിൽക്കുന്ന ഒരു സർക്കാർ മുഖ്യമന്ത്രി നിൽക്കുമ്പോൾ ഇതിനപ്പുറം ഒരു പൊതുസമൂഹത്തിന് മുമ്പിൽ ഈ കാര്യം തുറന്നു കാണിക്കാൻ കഴിയില്ല. വീണ വിജയന് കിട്ടിയിട്ടുള്ള പൈസ എന്ന് പറയുന്നത് മുഖ്യമന്ത്രി പിണറായി വിജയൻ CMRL കമ്പനിക്ക് ചെയ്തു നൽകിയിട്ടുള്ള സേവനങ്ങളുടെയും ആനുകൂല്യങ്ങളുടെയും ഭാഗം. ദിസ് ഇസ് ഓൺലി പാർട്ട് 1. ഐ എം ടെല്ലിംഗ് യു, ദിസ് ഇസ് പാർട്ട് 1. ദർ ഇസ് പാർട്ട് 2 ആൻഡ് പാർട്ട് 3. ഏതൊക്കെ നിലയിൽ പിണറായി വിജയൻ CMRL കമ്പനിയെ സഹായിച്ചിട്ടുണ്ട് എന്ന പാർട്ട് 1 ആണ് ഞാൻ നിങ്ങളോട് പറഞ്ഞത്. ദർ ഇസ് പാർട്ട് 2 ആൻഡ് പാർട്ട് 3 പെൻഡിങ്. ഇനി അതായത് ഇത് നിഷേധിക്കുകയാണെങ്കിൽ മുഖ്യമന്ത്രി പറയുകയാണ്, ഒന്നല്ലെങ്കിൽ ഞാൻ നിങ്ങളുടെ മുമ്പിൽ കാണിച്ച ഇതെല്ലാം ഫോർജ്. ഇനി നിങ്ങൾ ഒരു കാര്യം കൂടി ചോദിക്കണം. ഞാൻ ഈ പറഞ്ഞ കാര്യങ്ങൾ കേരളത്തിന്റെ നിയമസഭയിൽ പറഞ്ഞിരുന്നുവെങ്കിൽ കേരളത്തിന്റെ നിയമസഭയുടെ അന്തസ്സ് തകരുമായിരുന്നു എന്ന് പറഞ്ഞാണ് എനിക്ക് എന്റെ പ്രസംഗിക്കാനുള്ള അവസരം സ്പീക്കർ നിഷേധിച്ചത്. ഇത് സഭ്യമല്ലാത്ത കാര്യങ്ങളാണെന്നും ഇത് പൊതുജന താല്പര്യമില്ലാത്ത കാര്യങ്ങളാണ് എന്നും പറഞ്ഞാണ് സ്പീക്കർ ഈ കാര്യങ്ങൾ പറയുന്നതിൽ നിന്നും നിയമസഭയിലെ നിയമസഭാ സാമാജികൻ എന്ന എന്റെ അവകാശത്തെ നിഷേധിച്ചത്. നിങ്ങൾ ചോദിക്കാൻ, അല്ലെങ്കിൽ കേരളത്തിന്റെ പൊതുസമൂഹം ചോദിക്കാൻ തയ്യാറാണ്, ഞാൻ ഈ പറഞ്ഞ കാര്യങ്ങൾ പൊതുജന താല്പര്യമുള്ളതാണോ അല്ലയോ? ഞാൻ ഈ പറഞ്ഞ കാര്യങ്ങൾ കേരള നിയമസഭയുടെ അന്തസ്സിന് ഇടിവുണ്ടാക്കുന്നതാണോ അല്ലയോ? ഇങ്ങനെയാണ് പിണറായി വിജയന് വേണ്ടി CPM എന്ന പാർട്ടിയും ഈ സർക്കാരും മന്ത്രിയും സ്പീക്കറും ഒക്കെ ചേർന്ന് ഇവർക്ക് പരിധി തീർക്കുന്നു. ഞാനിത് പറഞ്ഞത് നിയമസഭയിലായിരുന്നെങ്കിൽ he will be forced to reply, he will be forced to answer. മുഖ്യമന്ത്രി മറുപടി പറയാൻ നിർബന്ധനാകുമായിരുന്നു. അത് ഒഴിവാക്കുന്നതിന് വേണ്ടിയിട്ടാണ് അദ്ദേഹം എന്റെ പ്രസംഗത്തെ തടസ്സപ്പെടുത്തിയത്, അല്ലെങ്കിൽ പ്രസംഗിക്കാൻ അനുവദിക്കായിരുന്നു. മറ്റുമാർ ഞാൻ പറഞ്ഞില്ലേ, ഈ ഫയലിലെ തീരുമാനം ആറ്റമിക് മിനറൽ കൺസെഷൻ റൂൾസ് അമെന്റ്മെന്റിന് ശേഷം ദേ കനോട്ട് ടേക്ക് ഇറ്റ് ഫോർവേഡ് എന്ന ഒപ്പീനിയൻ വന്നു. അതിനുശേഷം ഗവൺമെന്റ് ഓഫ് കേരളയ്ക്ക് ചെയ്യാനുള്ള സാങ്കേതിക ഡിഫിക്കൽറ്റി വന്നു. അങ്ങനെ നിൽക്കണം. ബട്ട് ഈ പുള്ളി ആക്ട് ചെയ്തോ ഇല്ലയോ, പുള്ളി എന്ത് തീരുമാനം എടുത്തു എന്നുള്ള മുഖ്യമന്ത്രി ജനങ്ങളോട് പറയട്ടെ. ഇൻഡിസിസീവായിട്ട് നിൽക്കാൻ. യെസ്, ടെർമിനേഷൻ നടന്നിട്ടുണ്ട്. ടെർമിനേഷൻ നടന്നതിന് ശേഷം നോട്ടിഫിക്കേഷൻ നടത്തി ആ ലാൻഡ് സർക്കാർ ഇതുവരെ ഏറ്റെടുത്തിട്ടില്ല. ഇല്ല, they could not act on the lease so far. Futuristic ആയിട്ടുള്ള CM ഈ ഫയല് വിളിച്ചു വരുത്തുന്നത് മിക്ക ഡിപ്പാർട്ട്മെന്റിലെയും ചില ഫയലുകൾ എല്ലാ കാലത്തും CM ഓഫീസോ CM വിളിച്ചു വരുത്തി അതിനകത്ത് ഇടപെടാറില്ലേ? അതിനെല്ലാം there will be reasons. വിളിച്ചു വരുത്തുന്നതിലെല്ലാം ഏതെങ്കിലും തരത്തിലുള്ള അല്ല, there will be reasons. അദ്ദേഹം പറഞ്ഞാൽ മതി. What is the reason under which he invoked his powers? ഈ 2016 മുതൽ വീണക്ക് പണം കൊടുക്കുന്നുണ്ട് ഓരോ മാസവും. പക്ഷെ ഇന്ന് വരെ ഈ മുഖ്യമന്ത്രിയുടെ ഇടപെടലിലുള്ള കമ്പനിക്ക് എന്ത് ഗുണമാണ് കിട്ടിയെന്ന് മറ്റു പറഞ്ഞില്ല. അല്ല, ഞാൻ പറഞ്ഞില്ല, കമ്പനിയുടെ ഏറ്റവും വലിയ ഇൻട്രസ്റ്റ് അല്ലേ ഇത്? അല്ലെങ്കിൽ എന്നെ ടെർമിനേറ്റ് ചെയ്ത് പോവായിരുന്നു. ആ സ്ഥലം ഇപ്പോഴും ഫൈനൽ ഡിസിഷൻ അല്ല. ഇതിന്റെ അകത്ത് ആ സ്ഥലം ഏറ്റെടുക്കാൻ കഴിയുമായിരുന്നില്ല. അത് തന്നെ ഒരു ഫേവർ അല്ലേ? അതായത് ആ ലീസ് ക്യാൻസൽ ചെയ്ത് സ്ഥലം നോട്ടിഫൈ ചെയ്തിട്ട് എൻഡ് ഓഫ് ദ റോഡ് അവിടെ തീർന്നു. അത് ചെയ്യാതിരിക്കുന്ന ഒരു ഫേവർ എല്ലാം തോന്നുന്നുണ്ടോ? ഏറ്റെടുക്കാമായിരുന്നു. അല്ല, ഞാൻ പറയുന്നത് ആ ലീസ് ക്യാൻസൽ ചെയ്ത് സ്ഥലം ഏറ്റെടുക്കാനുള്ള അവസരം വേണ്ടെന്ന് വെച്ചു എന്ന് മാത്രമല്ല, ആ ലീസ് അനുവദിച്ചു കൊടുക്കാൻ പറ്റുമെന്നുള്ള അറ്റംപ്റ്റ് നടത്തിയത് ഇതുവരെ മനസ്സിലായില്ലേ?
ദാറ്റ്സ് വാട്ട് ഐ ആം സെയിങ്. അല്ല, ശ്രമം നടന്നിട്ടോ CMR അതിന്റെ ഗുണം കിട്ടിയെന്നുള്ളത്. CMR ഗുണം കിട്ടിയ കാര്യങ്ങൾ വരുന്നുണ്ട്. വെയിറ്റ്, ഞാൻ പറഞ്ഞ ഈ ഒരു കാര്യം CM നേരിട്ട് ഇടപെട്ടു എന്നുള്ള കാര്യത്തിൽ സംശയമുണ്ടോ? വാട്ട് വാസ് ഹിസ് ഇൻട്രസ്റ്റ്? The file would have naturally ended. What was his interest? Why the CM invoked for the file? Why he interfered in the file? അതിന് മറുപടി പറയണ്ടേ? അതിന് എല്ലാ വ്യവസായ വകുപ്പിന്റെ മൈനിങ് ആൻഡ് ജിയോളജിയുടെ എല്ലാം ഇവിടെ എത്രയോ ലീസ് ക്യാൻസൽ ആവുന്നു, എത്രയോ ലീസ് ടെർമിനേറ്റ് ചെയ്യുന്നു, എത്രയോ ലീസ് പുതിയതായിട്ട് ഗ്രാന്റ് ചെയ്യുന്നു. ഈ CM ഇൻവോൾവ് ഇൻ എനി മാനർ? നോ. വൈ ദിസ് ലീസ് അലോൺ? വാട്ട് വാസ് ഹിസ് ഇൻട്രസ്റ്റ്? അതാണ് അതിന് മറുപടി പറഞ്ഞാൽ മതി. അതായത് മുഖ്യമന്ത്രി ഈ ഒരു ഫയൽ മാത്രമായിട്ടില്ലല്ലോ, വേറെ വകുപ്പുകളുടെ വിളിച്ചു വരുത്തിയിട്ടുണ്ടോ? വേറെ പല കാര്യങ്ങൾക്കും വിളിച്ചു വരുത്തിയിട്ടുണ്ടോ? അതിലെല്ലാം ഇത്തരത്തിൽ പേഴ്സണൽ ഇൻട്രസ്റ്റ് സ്കീമിലുണ്ട് എന്ന് പറഞ്ഞാൽ ഇല്ല. അതിൽ റീസൺസ് കാണും. ഇതിന്റെ അകത്ത് റീസൺ പറഞ്ഞാൽ മതി. ഇതിന്റെ അകത്ത് ഞാൻ പറയുന്നത്, ഇതിന്റെ റീസൺ എന്ന് പറയുന്നത് ഹി വാസ് പെയ്ഡ് ഇമ്മൻസ് മണി. കോടാനുകോടി രൂപ കിട്ടിയത് കൊണ്ടും മകൾക്ക് കോടാനുകോടി രൂപ കിട്ടിയതുകൊണ്ടുമാണ് വിളിച്ചു വരുത്തിയത്. അതാണ് എന്റെ ആരോപണം. അല്ല, ഒന്ന് സമയത്ത് ഏറ്റെടുക്കുക. ഇതിപ്പോ ലീസ് റദ്ദാവാനുള്ള ഏക കാരണം എന്ന് പറയുന്നത് കേന്ദ്ര സർക്കാരിന്റെ നിയമത്തിൽ വന്ന അമെന്റ്മെന്റ് ആണ്. അതല്ലെങ്കിൽ ഈ 2018 വ്യവസായ നയം പ്രകാരം he was giving away the land. അത് കൊടുക്കുകയാണ്. അതിനുള്ള പ്രോസസ് പാതി വഴിയിൽ എത്തി നിൽക്കുമ്പോഴാണ് ഈ കേന്ദ്ര സർക്കാരിന്റെ അമെന്റ്മെന്റ് വന്നത്. If it would not have come 101%, this lease would have been granted to CMR. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ആ മുഖ്യമന്ത്രിയുടെ അതിന് കുടപിടിക്കുന്ന തരത്തിലായിരിക്കും വ്യവസായ വകുപ്പിന്റെയും മറ്റും അതിൽ യോഗം ചേർന്ന മന്ത്രിമാരും അതിന് കുടപിടിച്ചു എന്ന ആരോപണം അല്ല, പങ്കുചേർന്നിട്ടുണ്ട്. വ്യവസായ വകുപ്പിലെ ഉദ്യോഗസ്ഥർ എടുത്ത തീരുമാനത്തെ ഓവർറൈഡ് ചെയ്യുന്നതിന് വേണ്ടിയാണ് CM ഇടപെട്ടത്. അപ്പൊ വ്യവസായ വകുപ്പിലെ ഉദ്യോഗസ്ഥരുടെ നിലപാട് തെറ്റായിരുന്നില്ല. അവര് ഫെയർ ആയിട്ട് എടുത്ത്, ഒരുപക്ഷെ നിങ്ങൾക്ക് ഓർമ്മയുണ്ടെന്ന് എനിക്കറിയില്ല, ഓവർനൈറ്റ് ഒരു വ്യവസായ വകുപ്പിന്റെ ഡയറക്ടറെ ഓവർനൈറ്റ് സ്ഥലം മാറ്റിയ സംഭവം ഉണ്ടായിരുന്നു. ലോട്ട് ഓഫ് ഇൻസിഡൻസ് ഹാപ്പൻഡ് ഇൻ ബിറ്റ്വീൻ. മന്ത്രി ഞാനിപ്പോ ഐ എം കൺസേൺഡ് അബൌട്ട് CM's intervention at this stage. സ്ഥലം നോട്ടിഫൈ ചെയ്തിട്ടില്ല, ഇങ്ങനെ ഇൻ ബിറ്റ്വീൻ ഇങ്ങനെ നിൽക്കുകയാണെന്നാണല്ലോ പറയുന്നത്. പക്ഷെ സെൻട്രൽ ഗവൺമെന്റ് ഇങ്ങനെയുള്ള തീരുമാനം അല്ലെങ്കിൽ ഉത്തരവ് തന്നിട്ടുണ്ടെങ്കിൽ ഇതിങ്ങനെ പെൻഡിങ്ങിൽ വെച്ചുകൊണ്ടിരുന്നത് കൊണ്ട് അതിലൊരു മാറ്റവും വരാൻ പോകുന്നില്ലല്ലോ. ലീഗലി ഒന്നും നടക്കില്ലല്ലോ. ഓർ ക്യാൻ ദേ ഗോ ഫോർ എ അതല്ല ഞാൻ പറഞ്ഞത് ഒന്ന്, നയത്തില് മാറ്റം വരുത്തി. ഇറ്റ്സ് വെരി ക്ലിയർ. ഞാൻ പറഞ്ഞത് ഏകദേശം ഒരു 10,600 പേജസ് വരുന്ന ഒരു ഹോൾ ഫയലാണ്. അത് ഹോൾ ഫയലിൽ ഇഫ് യു ഗോ ത്രൂ ഇറ്റ് യു വിൽ അണ്ടർസ്റ്റാൻഡ് ദ ഗവൺമെന്റ് വാസ് about to grant lease, in favor of granting the lease. ആ ഫേവറിന് വേണ്ടിയിട്ടാണ് പൈസ കൊടുത്തത്. They could not complete the process എന്നുള്ളത്, that's something different. അതായത് കളവ് മുതൽ എടുത്തുകൊണ്ട് പോകാൻ പറ്റിയില്ല എന്നുള്ളതുകൊണ്ട് മോഷണ അറ്റംപ്റ്റ് നടന്നില്ല എന്ന് പറയാൻ പറ്റുമോ? കളവ് മുതൽ എടുക്കാൻ പറ്റാമെന്ന് കേന്ദ്ര സർക്കാർ പിടി വന്നുകൊണ്ടാണ്. ഇറ്റ്സ് വെരി അപ്പാരന്റ് ആൻഡ് ക്ലിയർ. അതിനുശേഷം ഈവൻ കേന്ദ്ര സർക്കാർ അമെന്റ്മെന്റ് വന്നതിന് ശേഷവും ഈ ലീസ് ടെർമിനേറ്റ് ചെയ്യാൻ വ്യവസായ വകുപ്പ് തീരുമാനമെടുത്ത് നിൽക്കുമ്പോ വാട്ട് വാസ് ഹിസ് ഇൻട്രസ്റ്റ് ടു ഇന്റർവീൻ? വാട്ട് വുഡ് ബി ദ റീസൺ? അല്ല, കേന്ദ്രത്തിന്റെ ഒരു അമെന്റ്മെന്റ് നിലനിൽക്കെ സംസ്ഥാനത്തിന് അതിനെ മറികടന്നിട്ടൊരു തീരുമാനം CMR അനുകൂലമാക്കാൻ പറ്റുമോ? ഇല്ല. അതുകൊണ്ടാണ് എടുക്കാൻ പറ്റാതെ. എന്നിട്ടും എന്തിന് CM അറ്റംപ്റ്റ് ചെയ്തെന്നാണ് ചോദിക്കുന്നത്. വാട്ട് വാസ് ഹിസ് ഇൻട്രസ്റ്റ്? അതല്ല ഇത് ലോ ഡിപ്പാർട്ട്മെന്റ് നോർമൽ പ്രോസസ്സിൽ എന്ത് ചെയ്യേണ്ട ഒരു സാധനം. ഈ തിരിച്ചൊരു കാര്യം ആലോചിച്ചൂടെ, CM സ്റ്റേറ്റിന് ഒരു കാര്യത്തിലും അനുമതി കൊടുക്കാൻ പറ്റാത്തൊരു സാഹചര്യം നിലനിൽക്കെ മുഖ്യമന്ത്രിയുടെ മകൾക്ക് വെറുതെ പൈസ കൊടുത്തിട്ട് ഒരു കമ്പനി പൈസ വേസ്റ്റ് ആകും. അല്ല, ഈ അറ്റംപ്റ്റ് അത് നടക്കാതിരുന്ന ഏത് വർഷം? ഈ 3 വർഷം കഴിഞ്ഞപ്പോഴല്ലേ? 3 വർഷം കഴിഞ്ഞപ്പോഴല്ലേ ഈ സംഭവത്തിൽ 2016 മുതൽ അധികാരത്തിൽ വന്ന 6 മാസം കഴിഞ്ഞപ്പോൾ പൈസ കൊടുത്തോണ്ടിരിക്കല്ലേ? ഈ 19 കഴിഞ്ഞപ്പോഴല്ലേ ഇത് വന്നത്? അത് കഴിഞ്ഞപ്പോ other attempts are there. I told you part 2 is there. Wait for that. ഇനി ഇത് കഴിയുമ്പോൾ നിങ്ങൾക്ക് അടുത്ത സംഭവം മനസ്സിലാവും. I am not joking. You will understand.
എന്തുമാത്രം ഔട്ട് ഓഫ് ദി വേ ഒരു ഗവൺമെന്റ് ഒരു കമ്പനിയുടെ സ്ഥലം സേവ് ചെയ്യാൻ ശ്രമം നടത്തിയെന്നുള്ള യു വിൽ അണ്ടർസ്റ്റാൻഡ്. കോൺഗ്രസ് നേതാക്കൾക്ക് പണം കിട്ടി എന്നുള്ള കാര്യം ഇതിനകത്തുണ്ടായിരുന്നു. അത് ഈ 2004 ഈ ലീസിന്റെ ബേസിലായിരിക്കും. അങ്ങനെ ഊഹിക്കാവും. അല്ല, അത് നമുക്കിപ്പോ അങ്ങനത്തെ റെഫറൻസ് ഒന്നും എവിടെയും കണ്ടിട്ടില്ല. അപ്പൊ അവരുടെ ഇന്റർവെൻഷൻ കാര്യങ്ങളോ 2004 ഇപ്പൊ ഈ റീസെന്റ് ആയിട്ടുള്ള ഇതിനെ സംബന്ധിച്ചില്ല. അതുകൊണ്ട് പക്ഷെ അതും കോറല്ലേ 2004 ആ ഡിസിഷനും വളരെ പ്രധാനപ്പെട്ടതല്ലേ? അല്ല, ഓഫ് കോഴ്സ് എല്ലാ ഡിസിഷൻസും പ്രധാനപ്പെട്ടാണ്. അത് 2018 പോളിസിയിൽ ഇപ്പോഴും അങ്ങനെ നടക്കുവാണ്. യു ക്യാൻ ചെക്ക് ഈവൻ നൗ. അല്ല, ഇതിലൊരു പ്രശ്നമുണ്ട് മാം. ഈ കോൺഗ്രസ് ലീഡേഴ്സ് പേര് മാസപ്പടി ഡയറിയിൽ കാണുന്നത് അത് മുഴുവൻ ഇലക്ഷൻ ഫണ്ടാന്ന് പറയുന്നു. PV എന്ന് പറയുന്നത് പിണറായി വിജയൻ അല്ല എന്ന് പറയുന്നു. ഏതാണ് നേതാക്കൾ വിശദീകരിക്കുന്നത് മാത്രമേ മുന്നിലുള്ളൂ? അങ്ങനത്തെ ഒരു പ്രശ്നമല്ലേ? അല്ലെന്നേ, PV പിണറായി വിജയൻ അല്ലെന്ന് രണ്ടാമതൊരു വട്ടം അദ്ദേഹം പറഞ്ഞിട്ടില്ല. എനിക്ക് അദ്ദേഹത്തോട് നിയമസഭയിലാണ് ചോദിക്കുന്നുണ്ടായിരുന്നു, ഇത്രയും ചെയ്തിട്ട് ഇനിയും PV നിങ്ങളല്ല എന്ന് പറയാൻ നിങ്ങൾക്ക് ധൈര്യം ഉണ്ടാവും? നിങ്ങൾ ചോദിക്കുന്നില്ല. ചോദിക്കേണ്ട പോലെ ചോദിച്ച പുള്ളി സ്പീക്കർ പറഞ്ഞതേ ആ കൊടുത്ത രേഖ ആരോടും ഉന്നയിക്കുന്നത് തടയാൻ കാരണം കൊടുത്ത ഫോട്ടോഷാപ്പ് കോപ്പി ഒന്നും വായിക്കാൻ വ്യക്തതയില്ലായിരുന്നു. നിങ്ങൾ ആരെങ്കിലും വായിച്ചു നോക്കാം. ഞാൻ വായിച്ചു കേൾപ്പിച്ച പുള്ളിനെ ഒന്ന് വായിച്ചു നോക്കിയപ്പോ. അല്ല, യു ക്യാൻ ചെക്ക്. അല്ല, ഞാൻ പറഞ്ഞത് ഞാൻ അദ്ദേഹത്തെ വായിച്ചിട്ട് അദ്ദേഹത്തിന് വായിക്കാൻ പറ്റുന്നുള്ളൂ നോക്കി. യു ജസ്റ്റ് വെരിഫൈ ഓൺ യുവർ നിങ്ങളുടെ ഒരു സെൻസ് വെച്ച് നോക്കി അദ്ദേഹം പറയുന്നതാണോ ശരി, ഞാൻ പറയുന്നതാണോ ശരി. സ്പീക്കർ ഓഫീസിൽ നിന്ന് വിളിച്ചിരുന്നത് ഇന്നലെ മാത്യു നിയമസഭയിൽ പറഞ്ഞു. അപ്പൊ ഈ കാര്യം വിശദമായി വായിക്കാൻ പറ്റിയിരുന്നില്ല, അതിന്റെ ക്ലാരിറ്റി ഇല്ലായിരുന്നു അപ്പോൾ സ്പീക്കർ ഓഫീസിൽ നിന്ന് പറഞ്ഞിരുന്നു. ഇല്ല, ഞാൻ വായിച്ചു കേൾപ്പിച്ചു. അദ്ദേഹം പറഞ്ഞു ഈ ഫോട്ടോ കോപ്പി കൊണ്ടൊന്നും പറ്റില്ല, ഇതിന്റെ ഒറിജിനൽ കൊണ്ടാണ്. ഇതിൽ ഏതിന്റെ ഒറിജിനൽ ചോദിക്കുന്നത്? മൊത്തം ഹൗ ക്യാൻ ഇറ്റ് പോസിബിൾ? മൊത്തം ഫയലാണ് ചോദിച്ചത്. അങ്ങനെയല്ല, ഞാൻ പറഞ്ഞത് അതിന്റെ ഒറിജിനൽ കൊണ്ടുവരാൻ. ഹൗ ഇറ്റ്സ് പോസിബിൾ? സെക്രട്ടറിയിലേക്ക് ഫയൽ എടുത്ത് കൊണ്ടു കഴിഞ്ഞത്. അപ്പൊ ഞാനിങ്ങനെ ചോദിച്ചു, അതാകുമ്പോ നിങ്ങൾക്ക് തന്നവരുണ്ടല്ലോ. അത് തമാശയായിട്ട് പറഞ്ഞായിരിക്കും ഒരു പക്ഷെ. മേ ബി 2019 കേന്ദ്രത്തിന്റെ ഭേദഗതി വന്നതിന് ശേഷം ഇതിനു വേണ്ടി ശ്രമിച്ചു എന്നല്ലേ? അവർക്ക് എന്തോ കേന്ദ്രത്തിന്റെ ഭേദഗതി അല്ല, ഞാൻ പറഞ്ഞ അതിന്റെ ലീഗൽ അവന്യൂസ് ഉണ്ടല്ലോ, നമുക്ക് അതിന്റെ മറ്റ് സാധ്യതകളുണ്ടോ, ഗവൺമെന്റിന്റെ ഒപ്പീനിയൻ. അതിന്റെ വേറെ ഞാൻ ഇത്രയും ഡീറ്റെയിൽ ആയിട്ട് പോകത്തന്നെന്നറിയാം. ഞാൻ ഒരു പ്രപ്പോസൽ കൊണ്ടെന്ന് ഞാൻ പറഞ്ഞത്. ഒരു പ്രപ്പോസല് ഞാൻ അതിന്റെ എത്ര സമയം എടുക്കും പറയാൻ കാരണം അതാ. ഒരു സാധ്യത CM-ന്റെ അടുത്ത് പരിശോധിച്ചാൽ എന്താണെന്നറിയാം? എങ്ങനെ നടക്കും ചോദിച്ചല്ലോ. പൊതുമേഖലാ സ്ഥാപനങ്ങൾക്ക് കൊടുക്കാമുള്ളൂന്നല്ലേ പറഞ്ഞേ. അതുകൊണ്ട് ഒരു സാധ്യത പരിശോധിച്ചത് ഈ KREML ഓൾറെഡി 16% ഒരു 76% അവരുടെ കയ്യിലും ബാക്കി IRE-യുടെയും KMML-ന്റെയും കയ്യിലായിരുന്നു. അപ്പൊ അതെ, ഇനി അടുത്ത ശ്രമം നോക്കിയോ. ഇൻ ദ ലൈറ്റ് ഓഫ് ഓണറബിൾ SC ജഡ്ജ്മെന്റ് ആൻഡ് റീസെന്റ് GOI amendment to the Atomic Mineral Consent Rules, whether in principle approval given by the GOK White So dated 5/3/2003, forming a joint venture between KREML, IRE and KSIDC can be taken forward by limiting the equity of KREML to 25% as stipulated in the section 17A 2B of MMDR Act. അതായത് ആ ഫയൽ ഇത് ഞാൻ പറഞ്ഞ എല്ലാം ഞാൻ ഇത്രയും ഡീറ്റെയിൽ ആയിട്ട് പോകേണ്ട കാര്യമാണ്. കാരണം ആ ഓപ്ഷൻ കൊടുത്താൽ അത് കഴിഞ്ഞിട്ടാണ് ചെയ്യുന്നത്. വെദർ ജിയോ അഞ്ചാമത്തെ വെദർ GOK ത്രൂ എ ഗവൺമെന്റ് ഓൺഡ് കമ്പനി ക്യാൻ എൻ്റർ ഇൻ ടു എ JV ത്രൂ ഫ്രഷ് കോമ്പറ്റീറ്റീവ് പ്രോസസ് ടു enlist a private partner whose paid up share capital is limited to a maximum of 25%. As directed by the Principal Secretary, CF, the file may be circulated to Honorable Chief Minister. അപ്പൊ അങ്ങനെ ശ്രമിക്കുകയാണ്. ഒന്നോടെ കേട്ടോ മണി. In the light of Honorable SC judgment and the recent GOI amendment to the Atomic Mineral Concession Rules, whether the in principle approval given by GOK White So dated 5/3/2003, forming a joint venture between KREML, IRE and KSCDC, can be taken forward by limiting the equity of KREML to 25% as stipulated in section 17A. ഏതൊക്കെ വഴിക്കാണ്? അല്ലെന്ന് അത് ഒരു സർക്കുലേഷൻ നോട്ടിൽ വിവിധ സാധ്യതകൾ മുമ്പിൽ വെക്കാൻ പറയാണ്.
അത് 5/19 ഒരു CM-ന്റെ മീറ്റിംഗ് നടന്നല്ലോ. അതിന്റെ അകത്ത് വളരെ ക്ലിയർ ഇൻസ്ട്രക്ഷൻ ആണ്. ഹൗ ക്യാൻ വി ടേക്ക് ഇറ്റ് ഫോർവേഡ്, എങ്ങനെ അവരെ സേവ് ചെയ്യാൻ പറ്റും, എങ്ങനെ ലീസ് അവർക്ക് നിലനിർത്തി കൊടുക്കാൻ പറ്റും ചോദിക്കുകയാണ്. അല്ല, ഈ തീരുമാനം CM-ന്റെ ഓഫീസിലേക്ക് പോവുകയാണ്. വ്യവസായ വകുപ്പിൽ നിന്ന് ഒറിജിനേറ്റ് ചെയ്യുന്ന. There will be inputs from both sides.